വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് വേർഡ് ഓർഡർ. ഒരു സെന്റൻസിനകത്ത് ഓരോ വാക്കിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അത് ആ സ്ഥാനത്ത് തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുകയുള്ളൂ. വേർഡ് ഓർഡർ എല്ലാ ഭാഷയിലും ഒന്നല്ല. ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അതായത് സബ്ജക്റ്റിന് ശേഷം വരുന്നത് വെർബാണ്, അതിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരിക. മലയാളത്തിലെ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബാണ്. സബ്ജക്റ്റിന് ശേഷം നമുക്ക് ഒബ്ജക്റ്റ് വരും, അതിനുശേഷം അവസാനമായിട്ടാണ് വെർബ് വരുന്നത്. ഇതുകൊണ്ട് തന്നെ മലയാളത്തിലെ വാചകങ്ങളെ നമ്മൾ അതേപോലെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റും. കാരണം വേർഡ് ഓർഡർ രണ്ട് ഭാഷയിലും ഡിഫറെൻ്റ് ആയത് കാരണം. പക്ഷേ ഏറ്റവും ബേസിക് ആയി വേർഡ് ഓർഡർ, അതായത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായ സെൻറ്റൻസസ് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. കുറച്ചുകൂടി കോംപ്ലെക്സ് ആയ ലോങ് ആയ സെൻറ്റൻസസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ സെൻറ്റൻസ് പാറ്റേൺസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഓരോ വാക്കും എവിടെ യൂസ് ചെയ്യണമെന്ന് സംബന്ധിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വേർഡ് ഓർഡർ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഒട്ടുമിക്ക സംശയങ്ങൾക്കുമുള്ള ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ മലയാളത്തിൽ സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ അതേ വേർഡ് ഓർഡർ ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇംഗ്ലീഷിൽ അത് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു കൊച്ചു പെൺകുട്ടി വാതിൽ തുറന്നു. ഒരു കൊച്ചു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? പെൺകുട്ടി, ഗേൾ. ഒരു ചെറിയ പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എ ലിറ്റിൽ ഗേൾ എന്ന് പറയാം. എ എന്ന് പറഞ്ഞാൽ ഒരു, ലിറ്റിൽ എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ടും വലുപ്പം കൊണ്ടും എല്ലാം ചെറിയൊരു കുട്ടി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ആളുകളുടെ പ്രായത്തിനെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ പൊതുവെ സ്മോൾ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്യില്ല. സ്മോൾ സൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൊച്ചു പെൺകുട്ടി എന്ന് പറയാൻ എ ലിറ്റിൽ ഗേൾ എന്ന് തന്നെ പറയാം. വാതിൽ തുറന്നു. വെർബ് എന്താണ്? തുറക്കുക. തുറന്നു എന്നതാണ് വെർബ്. തുറക്കുക എന്ന് പറയുമ്പോൾ ഓപ്പൺ. തുറന്നു, ഓപ്പൺഡ്. എന്താ തുറന്നത്? അതാണ് ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിനകത്ത് ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ആരോ അതാണ് സബ്ജക്റ്റ്. ഇവിടെ വാതിൽ തുറക്കുക എന്നതാണ് ആക്ഷൻ. ആ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് പെൺകുട്ടിയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. തുറന്നു എന്നതാണ് ഇവിടുത്തെ വെർബ്. അതായത് പ്രവൃത്തി എന്തോ അതാണ് വെർബ്. ഒബ്ജക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നോർമലി ചെയ്യുക, വെർബിന് ശേഷം ഹും അല്ലെങ്കിൽ വാട്ട്, ഈ രണ്ട് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ഏതാന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ ഓപ്പൺഡ് വാട്ട്, എന്താണ് തുറന്നത്? വാതിൽ. അപ്പോൾ ഇവിടെ വാതിലാണ്, ഡോറ്. വാതിലാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വേർഡ് ഓർഡർ ഇംഗ്ലീഷിലേത് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് എഴുതുക: എ ലിറ്റിൽ ഗേൾ ഓപ്പൺ ദ ഡോർ. ഒരു ചെറിയ പെൺകുട്ടി വാതിൽ തുറന്നു. ഇവിടെ ലിറ്റിൽ എന്നത് അജക്റ്റീവ് ആണ്. അജക്റ്റീവ്സ് പൊതുവെ ഏത് നൗൺസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ അജക്റ്റീവ് തരുന്നത് ആ നൗണിന് മുന്നിലായിട്ട് തന്നെയാണ് വരിക. അജക്റ്റീവ്സിനെ നമുക്ക് വെർബിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് വേറെ എക്സാമ്പിൾസിൽ നോക്കാം. അപ്പോൾ ഈ സെന്റൻസിന്റെ ഓർഡർ മനസ്സിലായല്ലോ. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആ പാറ്റേണിലാണ് ഈ സെന്റൻസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയ ഒരു സെന്റൻസ് പാറ്റേൺ ആണ്. ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആരാ പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടുള്ളത്? ഞാനാണ് പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സബ്ജക്റ്റ് ഞാനാണ്, ഐ ആണ്. എന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്? എഴുതുക എന്ന പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് വെർബ്. എഴുതുക, റൈറ്റ്. എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എഴുതി എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുക ഹാവ് ആണ്. ഹാസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ റൈറ്റ് എന്ന വെർബിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്താണ്? ഹാവ് റിട്ടൺ ആണ്. റൈറ്റിൻ്റെ V3 ആണ് റിട്ടൺ. അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് കൂടി ഉപയോഗിച്ചാണ് അതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കുന്നത്. എന്താണ് എഴുതിയത്? അതാണ് ഒബ്ജക്റ്റ്. കഥയാണ്, ഒരു സ്റ്റോറിയാണ് എഴുതിയത്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്. നമ്മളിത് ഇങ്ങനെയാണ് പറയുക: ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് ഐ, വെർബ് ഹാവ് റിട്ടൺ, ഒബ്ജക്റ്റ് എ സ്റ്റോറി. ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. അവൾ ആ നായക്കുട്ടിയെ ഏറ്റെടുത്തു, അഡോപ്റ്റ് ചെയ്തു എന്നർത്ഥം. സബ്ജക്റ്റ് ആരാണ്? അവളാണ് ആ പ്രവൃത്തി ചെയ്ത വ്യക്തി. അതുകൊണ്ട് തന്നെ അവളാണ് സബ്ജക്റ്റ്, ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്താണ്? അഡോപ്റ്റ് ചെയ്യുക എന്നതാണ് വെർബ്. ഏറ്റെടുത്തു, ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമ്മൾ V2 ആണ് യൂസ് ചെയ്യുക. ഷീ അഡോപ്റ്റഡ്. ആരെ അഡോപ്റ്റ് ചെയ്തത്? ആ നായക്കുട്ടിയെ. ഷീ അഡോപ്റ്റഡ് ദാറ്റ് പപ്പി അല്ലെങ്കിൽ ദ പപ്പി. ഷീ അഡോപ്റ്റഡ് ദ പപ്പി അല്ലെങ്കിൽ ദാറ്റ് പപ്പി. രണ്ട് പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്. ദ പപ്പി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക പപ്പിയെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് പപ്പി എന്ന് പറയുമ്പോൾ ആ പപ്പി.
നമുക്കിവിടെ രണ്ടും ഉപയോഗിക്കാം. ഷീ അഡോപ്റ്റഡ് ദ പപ്പി. ഇതും സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന പാറ്റേണിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. അവൾ മത്സ്യം കഴിക്കില്ല. നെഗറ്റീവ് ആയൊരു വെർബാണ് നമുക്ക് വേണ്ടത്. ഇവിടെയും സബ്ജക്റ്റ് ഷീ ആണ്, അവളാണ്. വെർബ് എന്താണ്? കഴിക്കുക, ഈറ്റ്. കഴിക്കില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. ഈറ്റ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോമാണ് നമുക്കിവിടെ വേണ്ടത്. എന്താണ് കഴിക്കാത്തത്? മത്സ്യം. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അവൾ മത്സ്യം കഴിക്കുമെന്നാണ് പറയേണ്ടതെങ്കിലോ? അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയുന്നത്? ആളുകളുടെ ഭക്ഷണ രീതികളെ കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അവർ എന്ത് കഴിക്കും, എന്ത് കഴിക്കില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അവൾ മത്സ്യം കഴിക്കും എന്ന് പറയാൻ നമ്മൾ ഷീ ഈറ്റ്സ് ഫിഷ് എന്ന് പറയും. ഷീ ഈറ്റ്സ് ഫിഷ്. ഈറ്റ് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈറ്റ്സ് എന്ന വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സബ്ജക്റ്റ് ഷീ, അതൊരു സിംഗുലർ പ്രൊനൗൺ ആണ്. ഇനി അതിന്റെ നെഗറ്റീവ് ഫോം അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് ഷീ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. അപ്പോൾ ഈറ്റ് എന്ന വെർബിന്റെ, ഈറ്റ്സ് എന്ന വെർബിന്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഡസ് നോട്ട് ഈറ്റ് ആണ്. ഷീ ഡസിൻ ഈറ്റ് ഫിഷ് അല്ലെങ്കിൽ ഷീ ഡസ് നോട്ട് ഈറ്റ് ഫിഷ്. ഡസ് നോട്ടിന് ശേഷം നമ്മൾ ഈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഈറ്റ്സ് എന്ന് പറയുന്നില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഡു ഡസ് ഡിഡിന് ശേഷം നമ്മൾ V1 ആണ് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യരുത്. ഷീ ഡസിൻ ഈറ്റ് ഫിഷ്. സബ്ജക്റ്റ് ഷീ, വെർബ് ഡസിൻ ഈറ്റ്, ഒബ്ജക്റ്റ് ഫിഷ്. ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾസിലെല്ലാം സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാ സെന്റൻസ് പാറ്റേൺസും അങ്ങനെയല്ലല്ലോ. പല സെന്റൻസസിൽ നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ അഡ്വേർബ്സ് കാണും. ചില സെന്റൻസസിൽ ഒബ്ജക്റ്റ് കാണില്ല, വെർബും അഡ്വർബും മാത്രമേ കാണൂ. അതുപോലെ തന്നെ ചില സെന്റൻസസിൽ വെർബും അഡ്ജക്റ്റീവ്സും ആണ് ഉണ്ടാവുക സബ്ജക്റ്റിന് പുറമെ. ഇങ്ങനെ പലതരത്തിലുള്ള സെന്റൻസ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഈ സെന്റൻസ് ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഞാൻ, ഐ ആണ്. ആരെയാ കണ്ടത്? അവനെ. അവനാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റും ഉണ്ട് ഒബ്ജക്റ്റും ഉണ്ട്. കണ്ടിട്ടുണ്ട്, അതാണ് വെർബ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും വെർബും നമുക്കിതിൽ കാണാം. ഇതിനു മുമ്പ് അങ്ങനെ ഒരു വാക്ക് കൂടി കാണുന്നുണ്ട്. ഇതിനു മുമ്പ് എന്ന് പറയുമ്പോൾ അത് സമയം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, സ്ഥലം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ ഒരു പ്രവൃത്തി എങ്ങനെ നടക്കുന്നു അതിൻ്റെ മാനർ അത് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, എപ്പോഴെല്ലാം നടക്കുന്നു ഫ്രീക്വൻസി അത് സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ അഡ്വേർബ്സ് എന്നാണ് പറയുക. അഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ ക്രിയാവിശേഷണം, വെർബിനെ കുറിച്ച് അഡീഷണൽ ആയ ഇൻഫർമേഷൻ തരുന്ന വാക്കുകൾക്കാണ് നമ്മൾ അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അഡ്വർബ് എല്ലായ്പ്പോഴും ഒറ്റ വാക്കായിരിക്കണമെന്നില്ല. അത് ഒറ്റ വാക്കാകുമ്പോൾ നമ്മൾ അതിന് അഡ്വർബ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരു അഡ്വർബിന്റെ ഫംഗ്ഷൻ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് അഡ്വർബ് ഫ്രേസ് എന്ന് പറയും. ഗ്രാമറിൽ അങ്ങനെയാണ് പറയുക. പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാനുള്ള എളുപ്പത്തിന് അഡ്വർബ് എന്ന് മാത്രം പറയും. അഡ്വർബ് എന്ന് പറഞ്ഞാലും അഡ്വർബ് ഫ്രേസ് എന്ന് പറഞ്ഞാലും എല്ലാ അഡ്വർബായി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരു അഡ്വർബിന്റെ ജോലി ചെയ്യുമ്പോൾ അത് അഡ്വർബ് ഫ്രേസ് ആണ്. ഒരു വാക്കേ ഉള്ളുവെങ്കിൽ നമ്മൾ അതിനെ അഡ്വർബ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഇതിനു മുമ്പ് എന്ന ആ ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബ് ആണ് ബിഫോർ. ഇങ്ങനെ വരുമ്പോൾ വേർഡ് ഓർഡർ എന്താണ്? ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, അഡ്വർബ് ഉണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും അഡ്വർബ് എവിടെ യൂസ് ചെയ്യണം എന്നതാണ് കൺഫ്യൂഷന് കാരണമാവുന്നത്. കാരണം സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഒബ്ജക്റ്റിന്റെയും പൊസിഷൻ നമുക്കറിയാം. ഇംഗ്ലീഷിൽ വേർഡ് ഓർഡർ അനുസരിച്ച് സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ നമുക്ക് വേണമെങ്കിൽ അഡ്വർബിനെ യൂസ് ചെയ്യാം. വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ ഒരു വാക്കും വേറെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെർബിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിൽ മറ്റൊരു വാക്കുകളെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ നമുക്ക് അഡ്വേർബ്സ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇംഗ്ലീഷിലെ വേർഡ് ഓർഡർ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണെന്ന്. അത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നമുക്കത് സബ്ജക്ട് പ്ലസ് അഡ്വർബ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റും ആക്കാവുന്നതാണ്. അതായത് സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ അഡ്വർബിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ മറ്റൊരു വാക്കും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടുത്തെ അഡ്വർബ് ബിഫോർ ആണ്. ബിഫോർ എപ്പോഴും സെന്റൻസിന്റെ അവസാനമാണ് വരിക. പൊതുവെ സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകൾ, സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ, ഇത് രണ്ടും സെന്റൻസിന്റെ ലാസ്റ്റ് ആണ്. അത്തരം അഡ്വേർബ്സ് ആ സെന്റൻസിൽ അവസാനമായിട്ടാണ് വരിക, ഒബ്ജക്റ്റിന് ശേഷമാണ് വരിക. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ, ഐ. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സി എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഹാവ് സീൻ ആണ്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആദ്യം സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ് വന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് വന്നു, അതിനുശേഷമാണ് അഡ്വർബ് വന്നിട്ടുള്ളത്. ബിഫോർ എന്നത് സമയം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഇതെങ്ങനെയാ പറയുന്നത്? ഇവിടെയും സബ്ജക്റ്റ് ഐ ആണ്.
കണ്ടു. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ നമുക്ക് പറയേണ്ടത് കണ്ടു എന്നാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. V2 ആണ് ഉപയോഗിക്കേണ്ടത്. ഐ സോ, അവനെ, ഹിം, എപ്പോഴാണ് കണ്ടത്? ഇന്നലെ, യെസ്റ്റർഡേ. അത് അഡ്വർബ് ആണ്. സമയം സൂചിപ്പിക്കുന്ന വാക്കുകളെല്ലാം അഡ്വേർബ്സ് ആണ്. ഐ സോ ഹിം യെസ്റ്റർഡേ, ഞാൻ അവനെ ഇന്നലെ കണ്ടു. അപ്പൊ ഇവിടെ യെസ്റ്റർഡേ എന്ന അഡ്വർബ് സെന്റൻസിന് അവസാനമാണ് വന്നത്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ സമയം സൂചിപ്പിക്കുന്ന വാക്കുകളെ സെന്റൻസിന്റെ ആദ്യവും വെക്കാം. അവസാനം മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഇതിനെ പൊതുവേ ഇത് അവസാനമാണ് വരിക. യെസ്റ്റർഡേ, ടുമോറോ, നെക്സ്റ്റ് വീക്ക്, ഇതെല്ലാം നമ്മൾ നോർമലി ലാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരു എംഫസിസിന് വേണ്ടി നമ്മൾ ഈ അഡ്വർബിനെ എടുത്ത് സെന്റൻസിന് മുന്നിലേക്ക് വെക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം, യെസ്റ്റർഡേ ഐ സോ ഹിം, ഇന്നലെ ഞാൻ അവനെ കണ്ടു. ഇത് രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരി തന്നെയാണ്. ടൈം അഡ്വേർബ്സ്, സമയം സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ് നമുക്ക് ആദ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. നോർമലി അവസാനമാണ് യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് മാത്രം. ഞാൻ എന്നും കാപ്പി കുടിക്കും. ഇതൊരു ഹാബിറ്റാണ്. ഹാബിറ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, ഞാൻ ആണ്. കാപ്പി കുടിക്കും, കുടിക്കും, അതാണ് വെർബ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കുടിക്കുക എന്നതിന് നമ്മൾ ഡ്രിങ്ക് എന്ന് പറയും. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ V1 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് ഡ്രിങ്ക് തന്നെയാണ്. സബ്ജക്റ്റ് ഐ ആയത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എസ് അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഐ ഡ്രിങ്ക്. എന്താ കുടിക്കുന്നത്? അതാണ് ഒബ്ജക്റ്റ്. കോഫി. എന്നും, എവരിഡേ. ഇവിടെ എവരിഡേ എന്നത് ഒരു അഡ്വേർബ് ഫ്രേസ് ആണ്. എന്നും എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന അഡ്വേർബ് ഫ്രേസ് ആണ്. അത് സെന്റൻസിന് അവസാനമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ആദ്യം ഉപയോഗിക്കാം. എവരിഡേ ഐ ഡ്രിങ്ക് കോഫി എന്നും പറയാം. പക്ഷെ നോർമലി നമ്മളിത് ഇങ്ങനെയാണ് പറയുക, ഐ ഡ്രിങ്ക് കോഫി എവരിഡേ. അവൾ പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെച്ചു. സബ്ജക്റ്റ് ആരാണ്? ആരാ വർക്ക് ചെയ്തത്? ഇവിടെ അവളാണ്, ഷീ ആണ്. വർക്ക് എന്താണ്? മേശപ്പുറത്ത് പുസ്തകം വെക്കുക എന്നതാണ് വർക്ക്. വെക്കുക, അതാണ് വർക്ക്. അതിന് നമ്മൾ പറയുന്നത് ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ചു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പുട്ടാണ്. ഷീ പുട്ട്. എന്താ വെച്ചത്? അതാണ് ഒബ്ജക്റ്റ്. ദ ബുക്സ്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ബുക്സ്, ഏതെങ്കിലും പ്രത്യേക പുസ്തകങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് ബുക്സ് എന്ന് മാത്രമല്ല നമ്മൾ പറയുക. നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും പ്രത്യേക പുസ്തകങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദ ബുക്സ് എന്നാണ് പറയുക. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും സംസാരിക്കുകയാണെങ്കിലാണ് നമ്മൾ ബുക്സ് എന്ന് മാത്രം പറയുക. ഷീ പുട്ട് ദ ബുക്സ്. എവിടെയാണ് അവൾ വെച്ചത്? മേശപ്പുറത്താണ് വെച്ചത്. ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത്, അത് സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് തന്നെ അതിവിടെ അഡ്വർബായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ആ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, അതിനകത്ത് ഓൺ ദ ടേബിൾ എന്ന ഫ്രേസിനകത്ത് നമുക്കൊരു പ്രിപ്പോസിഷനെ കാണാം. ഓൺ എന്ന പ്രിപ്പോസിഷനുണ്ട്, ദ എന്ന ആർട്ടിക്കിൾ ഉണ്ട്, ടേബിൾ എന്ന നൗൺ ഉണ്ട്. ഇത് മൂന്നും കൂടിയിട്ട് മേശപ്പുറത്ത് എന്ന മീനിങ് തരുന്ന ഒരു എക്സ്പ്രഷനായി മാറി. ഇങ്ങനെ ഈ മൂന്ന് വാക്കുകളും കൂടി ചേരുമ്പോൾ അതൊരു അഡ്വേർബ് ഫ്രേസിന്റെ ഫംഗ്ഷനാണ് ഈ സെന്റൻസിൽ സെർവ് ചെയ്യുന്നത്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അഡ്വേർബ് ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്വർബ് മാത്രമല്ല ഉണ്ടായിരിക്കില്ല. പലപ്പോഴും അതിനകത്ത് അഡ്വർബേ കാണില്ല, പക്ഷെ അതിന്റെ റോള് ഒരു അഡ്വർബിന്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺ ദ ടേബിൾ എന്നത് ഒരു അഡ്വേർബ് ഫ്രേസ് ആണ്. സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. സ്ഥലം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, മാനർ സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസ്, ഇതെല്ലാം അഡ്വേർബ്സ് ആണ്. ഇത് പൊതുവെ സെന്റൻസിന്റെ അവസാനമായിട്ടാണ് വരിക. ഷീ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ. അവൾ ടേബിളിന് മുകളിൽ പുസ്തകങ്ങൾ വച്ചു. എല്ലാവരും ആ സിനിമ വളരെ ആസ്വദിച്ചു. എല്ലാവരും, എവ്രിബഡി, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആസ്വദിച്ചത് അവരാണല്ലോ, അതുകൊണ്ട് അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എവരിബഡി ആസ്വദിച്ചു. എൻജോയ്ഡ്. ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ എൻജോയ്, അതിൻ്റെ V2 ആസ്വദിച്ചു, എൻജോയ്ഡ്. എന്താ എൻജോയ് ചെയ്തത്? അതാണ് ഒബ്ജക്റ്റ്. ദ മൂവി അല്ലെങ്കിൽ ദാറ്റ് മൂവി. എവരിബഡി എൻജോയ്ഡ് ദ മൂവി. വളരെ നന്നായി ആസ്വദിച്ചു എന്നാണ് പറയേണ്ടത്. അതിന് നമ്മൾ വെരി മച്ച് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കും. അതും ഒരു അഡ്വേർബ് ഫ്രേസ് ആണ്. എവരിബഡി എൻജോയ്ഡ് ദ മൂവി വെരി മച്ച്. വെരി മച്ച് എന്നതിൽ ആക്ച്വലി രണ്ട് അഡ്വേർബ്സ് ഉണ്ട്. മച്ച് എന്നൊരു അഡ്വേർബാണ്. അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേറൊരു അഡ്വേർബാണ് വെരി. ഇത് ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന വാക്കുകളാണിത്. ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രവൃത്തി എത്ര കണ്ട് ആസ്വദിച്ചു അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മളിവിടെ വളരെ നന്നായി ആസ്വദിച്ചു എന്ന് പറയാനാണ് വെരി മച്ച് എന്ന് പറയുന്നത്. നമുക്കുണ്ടായ ആ ആസ്വാദനത്തിന്റെ ഒരു ലെവൽ, ഒരു ഡിഗ്രി എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് ഇത്തരം വാക്കുകൾക്ക് നമ്മൾ ഡിഗ്രി അഡ്വേർബ്സ് എന്നാണ് പറയുക. അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി, അങ്ങനെയാണ് ഗ്രാമറിൽ പറയുക. അത്രയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇതും സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. എവരിബഡി വെരി മച്ച് എൻജോയ്ഡ് ദ മൂവി എന്നല്ല നമ്മൾ പറയുന്നത്. എവരിബഡി എൻജോയ്ഡ് ദ മൂവി വെരി മച്ച്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെർബിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിലെ അഡ്വേർബ്സിനെ ഒന്നും കയറ്റി വെക്കരുത്. ചിലപ്പോൾ നമുക്ക് സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ അഡ്വേർബ് വെക്കാൻ സാധിക്കും. പക്ഷെ ഇതുപോലത്തെ അഡ്വേർബ്സ് പൊതുവെ സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്.
അവൾ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കും. സബ്ജക്റ്റ് അവളാണ് സംസാരിക്കുന്നത്, സബ്ജക്റ്റ് ഷീ ആണ്. പ്രവൃത്തി എന്താണ്? വെർബ് എന്താണ്? സംസാരിക്കുക, അതാണ് പ്രവൃത്തി. സംസാരിക്കും, സംസാരിക്കും എന്ന് പറയുമ്പോൾ ഇത് ഫ്യൂച്ചറിലാണെന്ന് കരുതരുത്. അവളുടെ ഒരു അബിലിറ്റി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അവൾക്കത് സംസാരിക്കാൻ കഴിയും എന്നാണ് നമുക്ക് പറയേണ്ടത്. എന്താ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ്. എങ്ങനെയാ സംസാരിക്കുന്നത്? നല്ല ഒഴുക്കോടെ, ഫ്ലുവൻലി. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഇവിടെ ഫ്ലുവൻലി എന്നത് ഒരു മാനർ അഡ്വേർബ്സ് ആണ്. അവൾ എങ്ങനെ സംസാരിക്കുന്നു അതിന്റെ ആ മാനർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണിത്, ഫ്ലുവൻലി എന്ന്. അവൾ നന്നായി സംസാരിക്കും, ഒഴുക്കോടെ സംസാരിക്കും എന്ന് പറയും. മാനർ അഡ്വേർബ്സ് നോർമലി സെന്റൻസിന്റെ അവസാനമാണ് വരിക. എൽവൈയിൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക അഡ്വേർബ്സും മാനർ അഡ്വേർബ്സ് ആയിരിക്കും. എല്ലാം ആണെന്ന് പറയുന്നില്ല, ഒട്ടുമിക്ക അഡ്വേർബ്സും മാനർ അഡ്വേർബ്സ് ആയിരിക്കും. ആ അഡ്വേർബ്സ് എപ്പോഴും സെന്റൻസിന്റെ അവസാനം, ഒബ്ജക്റ്റിന് ശേഷം അല്ലെങ്കിൽ വെർബിന് ശേഷം, അങ്ങനെയാണ് അത് വരിക. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഷീ ഫ്ലുവൻലി സ്പീക്സ് ഇംഗ്ലീഷ് എന്നല്ല നമ്മൾ പറയുന്നത്. ഷീ സ്പീക്സ് ഫ്ലുവൻലി ഇംഗ്ലീഷ് എന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്നാണ്. അവസാനമാണ് അഡ്വർബ് വന്നിട്ടുള്ളത്. മാനർ അഡ്വേർബ്സ് ഇങ്ങനെ സെന്റൻസിന്റെ അവസാനമാണ് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയം സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ്, ടൈം അഡ്വേർബ്സ്, അതുപോലെ തന്നെ സ്ഥലം സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ്, പ്ലേസ് അഡ്വേർബ്സ്, ഇതെല്ലാം സെന്റൻസിന്റെ അവസാനമാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനർ അഡ്വേർബ്സും സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഞാനും അവിടെ പോയിരുന്നു. സബ്ജക്റ്റ് ഞാനാണ്, ഐ ആണ്. അവിടെ പോയിരുന്നു. വെർബ് പോവുക, പോയിരുന്നു. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ വെന്റ്. അവിടെ, ദർ. ഞാനും പോയിരുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ പോയിരുന്നു എന്നാണ് ഐ വെന്റ് ദർ എന്ന് പറയുമ്പോൾ. ഞാനും പോയിരുന്നു എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്താ പറയുക? നമ്മൾ അതിന് ഓൾസോ എന്നൊരു അഡ്വർബ് കൂടി യൂസ് ചെയ്യും. ഐ ഓൾസോ വെന്റ് ദർ. ഈ ഓൾസോ എന്ന അഡ്വർബ് എപ്പോഴും വെർബിന് മുന്നിലായിട്ടാണ് വരിക. അതായത് സബ്ജക്റ്റിനും വെർബിനും ഇടയിലാണ് അത് വരുന്നത്. വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ ഓൾസോ ആ വെർബിന് മുന്നിൽ വരും. വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടെങ്കിൽ ഓൾസോ അതിലെ ആദ്യത്തെ ഓക്സിലറി വെർബ് ഏതോ അതിന് ശേഷമാണ് വരിക. ഇപ്പോൾ ഐ വാസ് ഗോയിങ് ദർ എന്നാണ് സെന്റൻസ് കരുതുക. ഞാനും അവിടേക്ക് പോവുകയായിരുന്നു. ഐ വാസ് ഓൾസോ ഗോയിങ് ദർ, അങ്ങനെയാണ് പറയുക. ഐ ഓൾസോ വാസ് ഗോയിങ് ദർ എന്നല്ല പറയുന്നത്. വാസ് ഗോയിങ് ആണ് വെർബെങ്കിൽ നമ്മൾ ഓൾസോനെ ഉപയോഗിക്കുക വാസിന് ശേഷമാണ്. വരുന്ന എക്സാമ്പിൾസിൽ അത് മനസ്സിലാവും. ഐ ഓൾസോ വെന്റ് ദർ. ഐ വാസ് ഓൾസോ ഗോയിങ് ദർ. വെർബിൽ രണ്ട് വാക്കുണ്ടാവുമ്പോൾ ഓൾസോ ആദ്യത്തെ ഓക്സിലറി വെർബിന് ശേഷമാണ് വരുന്നത്. ഞാൻ വീട്ടിൽ പോയി. സബ്ജക്റ്റ് ഐ ആണ്. ഐ പോയി, അതാണ് വെർബ്. വെന്റ്, പോവുക, ഗോ, അതിന്റെ വീട്ടുമാണ് വെന്റ്. എവിടെയാ പോയത്? വീട്ടിലേക്കാണ് പോയത്. നമ്മൾ പൊതുവെ വീട്ടിൽ പോയി എന്ന് പറയാൻ അതിന്റെ കൂടെ നമ്മൾ ഹോം എന്ന നൗണിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷിൽ നോർമലി യൂസ് ചെയ്യില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോയി എന്നതിന് ഐ വെന്റ് ഹോം എന്ന് മാത്രമാണ് പറയാം. ഐ വെന്റ് ടു ഹോം എന്നല്ല പറയുന്നത്. ഞാൻ മാർക്കറ്റിൽ പോയി എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ടു ഉപയോഗിക്കും. ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയും. ഞാൻ സ്കൂളിൽ പോയി എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ വെന്റ് ടു സ്കൂൾ എന്ന് പറയും. പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ഐ വെന്റ് ടു സ്കൂൾ എന്ന് പറയും. ടീച്ചറെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പാരന്റ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഐ വെന്റ് ടു ദ സ്കൂൾ എന്നാണ്. ഇത് ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ലെസണിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ആ സ്ഥലത്തിനെ കാണുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യും. അവിടെ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ സ്കൂൾ, കോളേജ് അങ്ങനെയേ പറയുള്ളൂ. പക്ഷേ സ്കൂളും കോളേജൊക്കെ ഒരു മീറ്റിംഗ് പ്ലേസ് ആകുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഹോമിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആർട്ടിക്കിളും യൂസ് ചെയ്യുന്നില്ല. ഐ വെന്റ് ഹോം എന്നാണ് പറയുക. പക്ഷെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ടു ഉപയോഗിക്കും. ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഐ വെന്റ് ടു ദ സ്റ്റോർ, ഐ വെന്റ് ടു സ്കൂൾ, ഐ വെന്റ് ടു ദ പോസ്റ്റ് ഓഫീസ്, ഐ വെന്റ് ടു ദ ബാങ്ക്, അങ്ങനെയാണ് പറയുക. ഈ സെന്റൻസിൽ ഐ വെന്റ് ഹോം എന്ന സെന്റൻസിനകത്ത് ഒബ്ജക്റ്റ് ഇല്ല. ഞാൻ പോയി. പോവുക എന്ന വെർബിന് ശേഷം ഹും, വാട്ട്, അതൊന്നും ചോദിച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടില്ല. ഇത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്, അതായത് ഒബ്ജക്റ്റ് ഇല്ലാത്ത വെർബാണ്. പോവുക, വരിക, ഇതെല്ലാം ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആണ്. ഇൻട്രാൻസിറ്റീവ് വെർബ്സിന്റെ കൂടെ ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഈ സെന്റൻസിനകത്തുള്ളത് ഇവിടെ ഹോം ഒബ്ജക്റ്റ് അല്ല കേട്ടോ. എവിടേക്ക് പോയി എന്ന് സൂചിപ്പിക്കുന്ന, സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണിത്. ഇവിടെ ഹോം അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലുള്ളത് സബ്ജക്റ്റും വെർബും അഡ്വർബും ആണ്. എല്ലാ സെന്റൻസിനകത്തും ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പല സെന്റൻസിനകത്തും സബ്ജക്റ്റും വെർബും അഡ്വർബും ആണ് ഉണ്ടായിരിക്കുക. ഐ വെന്റ് ഹോം. അവൾ ഒരു നഗരത്തിലാണ് താമസിക്കുന്നത്. സബ്ജക്റ്റ് ഷീ ആണ്. താമസിക്കുക. സ്റ്റേ എന്ന വെർബ് നമുക്ക് യൂസ് ചെയ്യാം. ലിവ് എന്ന വെർബ് നമുക്ക് യൂസ് ചെയ്യാം. എവിടെയാണ് അവൾ താമസിക്കുന്നത്? ഒരു നഗരത്തിൽ. ഇൻ എ സിറ്റി. ഇവിടെ ഇൻ എ സിറ്റി എന്നത് ഒബ്ജക്റ്റ് അല്ല.
താമസിക്കുക എന്ന വെർബിന് ഒബ്ജക്റ്റ് ഇല്ല, അതൊരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ലിവ് ആയാലും സ്റ്റേ ആയാലും ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആണ്, അതിന് ഒബ്ജക്റ്റ് ഇല്ല. എവിടെ താമസിക്കുന്നു സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡ്വർബാണ് നഗരത്തിലാണ് എന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഷീ ലിവ്സ് ഇൻ എ സിറ്റി. അവൾ ഒരു നഗരത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ ഇൻ എ സിറ്റി എന്നത് സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു അഡ്വർബ് ഫ്രേസ് ആണ്. ഇതിൽ നമുക്കൊരു പ്രിപ്പോസിഷനെ കാണാം, ആർട്ടിക്കിളിനെ കാണാം, ഒരു നൗണിനെയും കാണാം. ഇങ്ങനെ എക്സ്പ്രഷൻസ് സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകളൊക്കെ വെർബിന് ശേഷം അവസാനമായിട്ടാണ് സെന്റൻസിൽ വരിക. ഷീ ഇൻ എ സിറ്റി ലിവ്സ് എന്നല്ല നമ്മൾ പറയുന്നത്, ഷീ ലിവ്സ് ഇൻ എ സിറ്റി. ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത്. ഇതെങ്ങനെയാ പറയുന്നത്? ഇത് ഇതേപോലെയല്ല നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മളിത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഐ വാക്ക് ടു വർക്ക്. ഞാൻ നടന്നാണ് ജോലിക്ക് പോകുന്നത്. ടു വർക്ക് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തേക്ക് എന്നർത്ഥം. ഐ വോക്ക് ടു ഓഫീസ് എന്ന് പറയാം. ഞാൻ സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നതെങ്കിൽ ഐ വോക്ക് ടു സ്കൂൾ എന്ന് പറയാം. ഐ വോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നടന്നാണ് പോകുന്നത് എന്നർത്ഥം. ഇനി ഞാൻ ബസ് പിടിച്ചാണ് പോകുന്നത് എന്നാണ് പറയേണ്ടതെങ്കിലോ അത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ഞാൻ ബസ് പിടിച്ചാണ്, ബസ് കയറിയാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഐ ടേക്ക് ദ ബസ് ടു വർക്ക്. ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ ഐ ടേക്ക് ദ ട്രെയിൻ ടു വർക്ക്. നമ്മൾ നമ്മുടെ വാഹനം കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിലോ അതിന് പറയാ ഐ ഡ്രൈവ് ടു വർക്ക് എന്നാണ്. നടന്നാണ് പോകുന്നത് എന്നതിന് നമ്മൾ ഐ വോക്ക് ടു വർക്ക് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിൽ, നമ്മൾ നമ്മുടെ വാഹനം സ്വയം ഓടിച്ചാണ് പോകുന്നതെങ്കിൽ അതിന് പറയാ ഐ ഡ്രൈവ് ടു വർക്ക് എന്നാണ്. ഈ സെന്റൻസിലും സബ്ജക്റ്റും വെർബും പിന്നെയുള്ളത് ഒരു അഡ്വർബ് ഫ്രേസും ആണ്. ഒബ്ജക്റ്റ് ഇതിനൊന്നുമില്ല. രണ്ടാമത്തെ സെന്റൻസിലുണ്ട് കേട്ടോ. രണ്ടാമത്തെ സെന്റൻസിൽ ടേക്ക് എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ബസ്. ആദ്യത്തെയും മൂന്നാമത്തെയും സെന്റൻസിൽ സബ്ജക്റ്റും വെർബും അഡ്വർബ് ഫ്രേസും മാത്രമാണ്. ആ അഡ്വർബ് ഫ്രേസ് ആക്ച്വലി ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ അതിലുണ്ട്. പിന്നെ ഉള്ളത് നൗൺ ആണ്. അവൾ ആ നായക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സബ്ജക്റ്റ് ഷീ ആണ്. ഷീ. കൊണ്ടുപോയി, കൊണ്ടുപോവുക, ടേക്ക്. കൊണ്ടുപോയി, ടുക്ക്. ടേക്ക് എന്ന വെർബിന്റെ V2 ആണ് ടുക്ക്. അവൾ, അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വെർബ് ഷീ ടുക്ക്. ആരെയാ കൊണ്ടുപോയത്? ആ നായക്കുട്ടിയെ. ദ പപ്പി. ഷീ ടുക്ക് ദ പപ്പി. എങ്ങോട്ടാ കൊണ്ടുപോയത്? വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഹോം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഷീ ടുക്ക് ദ പപ്പി ഹോം. അവൾ ആ നായക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഷീ ടുക്ക് ദ പപ്പി ഹോം. ഇവിടെ ഹോം എന്ന് പറയുന്നത് ഒരു സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അവസാനമാണ് വരുന്നത്. നമുക്കിതിനെ തന്നെ ഇങ്ങനെയും പറയാം, ഷീ ടുക്ക് ദ പപ്പി ടു ഹെർ ഹോം. അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഹെർ ഹോം എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അവിടെ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഷീ ടുക്ക് ദ പപ്പി ഹെർ ഹോം എന്നല്ല പറയുന്നത്, ഷീ ടുക്ക് ദ പപ്പി ടു ഹെർ ഹോം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ഐ ടുക്ക് ദ പപ്പി ടു മൈ ഹോം. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ഹോം മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ പ്രിപ്പോസിഷനോ ആർട്ടിക്കിളോ ഒന്നുമില്ല. ഞാനൊരു പഴയ സുഹൃത്തിനെ ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടി. സബ്ജക്റ്റ് ഐ ആണ്. വെർബ് കണ്ടുമുട്ടി, മെറ്റ് അല്ലെങ്കിൽ സോ. നമ്മളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത്, അതായത് കാണാം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച ഒരാളെ കാണുന്നതിനാണ് നമ്മൾ പൊതുവെ മീറ്റ് എന്ന് പറയാം. നമ്മൾ യാദൃശ്ചികമായ ഒരാളെ കാണുന്നതിന് നമ്മൾ സി എന്ന വെർബാണ് ഉപയോഗിക്കുക. ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, പക്ഷെ ഞാൻ അത് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ കണ്ടുമുട്ടി എന്നാണ് പറയേണ്ടത്. നമുക്ക് സി എന്ന വെർബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മീറ്റ് എന്ന വെർബ് യൂസ് ചെയ്യാം. കണ്ടുമുട്ടി, മെറ്റ്. മീറ്റ് എന്ന വെർബിന്റെ V2 ആണ് മെറ്റ്. സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോ. ഐ മെറ്റ്. ആരെയാ കണ്ടത്? അതാണ് ഒബ്ജക്റ്റ്. ഒരു പഴയ സുഹൃത്തിനെ. എൻ ഓൾഡ് ഫ്രണ്ട്. ഐ മെറ്റ് എൻ ഓൾഡ് ഫ്രണ്ട്. എവിടെ വെച്ചാ കണ്ടത്? ഇൻ ദ ലൈബ്രറി എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ് ദ ലൈബ്രറി എന്ന് പറയാം. ഐ മെറ്റ് എൻ ഓൾഡ് ഫ്രണ്ട് ഇൻ ദ ലൈബ്രറി. ഐ മെറ്റ് ഇൻ ദ ലൈബ്രറി എൻ ഓൾഡ് ഫ്രണ്ട് എന്നല്ല പറയുന്നത്. ഇവിടെ മെറ്റ് വെർബാണ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് എൻ ഓൾഡ് ഫ്രണ്ട് എന്നത്. വെർബിനും ഒബ്ജക്റ്റിനും ഇടയിൽ നമ്മൾ വേറെ ഒരു വാക്കുകളും ഇംഗ്ലീഷിൽ യൂസ് ചെയ്യില്ല. നമുക്ക് റെസ്റ്റോറൻറ്റിന് പുറത്ത് വെച്ച് കാണാം. ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ അങ്ങോട്ട് വെക്കുകയാണ്, ഒരു കാര്യം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂടെ എന്നെല്ലാം ചോദിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുക ലെറ്റ്സ് ആണ്. ലെറ്റ്സ്. പുറത്ത് വെച്ച് കാണാം. എവിടെ? റെസ്റ്റോറൻറ്റിന് പുറത്ത് വെച്ച്. കാണാം എന്നതാണ് വെർബ്. ലെറ്റ്സ് മീറ്റ്. റെസ്റ്റോറൻറ്റിന് പുറത്ത് വെച്ച് എന്ന മീനിങ്ങിൽ നമുക്ക് ഔട്ട്സൈഡ് ദ റെസ്റ്റോറൻറ്റ് എന്ന് പറയാം. ലെറ്റ്സ് മീറ്റ് ഔട്ട്സൈഡ് ദ റെസ്റ്റോറൻറ്റ്. നമുക്ക് റെസ്റ്റോറൻറ്റിന് പുറത്ത് വെച്ച് കാണാം. ഔട്ട്സൈഡ് ദ റെസ്റ്റോറൻറ്റ് എന്ന അഡ്വർബ് ഫ്രേസ് മീറ്റ് എന്ന വെർബിന് ശേഷമാണ് വന്നത്. ഈ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഇല്ല. ഞാൻ ഇന്നലെ ക്ലബിൽ വെച്ച് അവനെ കണ്ടു. ഐ സോ ഹിം. ഇവിടെ നമുക്ക് സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനുണ്ട്, ക്ലബുണ്ട്. സമയം സൂചിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷനുണ്ട്. രണ്ട് അഡ്വർബ് വരുന്നുണ്ട്. ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ. ക്ലബിൽ, അറ്റ് ദ ക്ലബ്. ഐ സോ ഹിം അറ്റ് ദ ക്ലബ് യെസ്റ്റർഡേ.
ഇങ്ങനെ സ്ഥലവും സമയവും സൂചിപ്പിക്കുന്ന രണ്ട് അഡ്വേർബ്സ് ഒരു സെന്റൻസിൽ വരുമ്പോൾ സ്ഥലം സൂചിപ്പിക്കുന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുക, സമയം സൂചിപ്പിക്കുന്ന വാക്ക് അത് അവസാനം ഉപയോഗിക്കുക. ഈ ഓർഡർ മാറ്റി ഉപയോഗിക്കരുത്. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ അറ്റ് ദ ക്ലബ്ബ് എന്നല്ല പറയുന്നത്, ഐ മെറ്റ് ഹിം അറ്റ് ദ ക്ലബ്ബ് യെസ്റ്റർഡേ എന്നാണ്. സമയം അവസാനം പറയുക, സ്ഥലം അതിന് മുന്നിൽ പറയുക. ഐ മെറ്റ് ഹിം അറ്റ് ദ ക്ലബ്ബ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ ക്ലബ്ബിൽ വെച്ച് കണ്ടു. ജൂലൈ മുതൽ അവൾ ഫ്രാൻസിലാണ്. ജൂലൈ മുതൽ അവൾ ഫ്രാൻസിലാണ് താമസിക്കുന്നത് എന്നർത്ഥം. അവൾ ഫ്രാൻസിലാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഷീ ഈസ് ഇൻ ഫ്രാൻസ് എന്നാണ്. അവൾ ഫ്രാൻസിലാണ്. ഇവിടെ നമ്മളൊരു ഡ്യൂറേഷൻ കൂടി പറയുന്നുണ്ട്. ജൂലൈ മുതലാണ് ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പ്രസന്റ് വരെയും കണ്ടിന്യൂ ചെയ്യുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ജൂലൈ മുതൽ എന്നതിന് നമുക്ക് സിൻസ് ജൂലൈ എന്ന് പറയാം. ഈ സിൻസ് ജൂലൈ അല്ലെങ്കിൽ ഫോർ 6 months ഈ എക്സ്പ്രഷൻസിന്റെ ഒന്നും കൂടെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ഹാസ് ബീൻ ആണ്. ആർ എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ് ഹാവ് ബീൻ. എല്ലാ വെർബിനും ഉണ്ടല്ലോ സിമ്പിൾ പ്രസന്റ് ഫോമും പ്രസന്റ് കണ്ടിന്യൂസ് ഫോമും പ്രസന്റ് പെർഫെക്റ്റ് ഫോമും എല്ലാം ഉണ്ട്. റൈറ്റ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം ആണ് ഹാസ് റിട്ടൺ അല്ലെങ്കിൽ ഹാവ് റിട്ടൺ. അപ്പൊ ഈസ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീൻ. ഷീ ഹാസ് ബീൻ ഇൻ ഫ്രാൻസ് സിൻസ് ജൂലൈ. അവൾ ജൂലൈ മുതൽ ഫ്രാൻസിലാണ്. ആദ്യം സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ് വന്നു, അതിനുശേഷം സ്ഥലം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ഇൻ ഫ്രാൻസ് അത് വന്നു, അതിനുശേഷമാണ് സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷനായി സിൻസ് ജൂലൈ വന്നിരിക്കുന്നത്. ഷീ ഹാസ് ബീൻ ഇൻ ഫ്രാൻസ് സിൻസ് ജൂലൈ. ജൂലൈ മുതൽ അവൾ ഫ്രാൻസിലാണ്. ഇനി നമുക്ക് അവൾ ജൂലൈ മുതൽ അവൾ ഫ്രാൻസിലാണ് താമസിക്കുന്നത് എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ അവിടെ ആണെന്നേ പറയുന്നുള്ളൂ. താമസിക്കുക ലിവ് എന്ന വെർബ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. നമുക്കിത് ഇങ്ങനെ പറയാം, ഷീ ഹാസ് ലിവ്ഡ് ഇൻ ഫ്രാൻസ് സിൻസ് ജൂലൈ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ഫ്രാൻസ് സിൻസ് ജൂലൈ എന്ന് പറയാം. ഇവിടെ ഹാസ് ബീൻ ലിവിങ് എന്നത് ലിവ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ആണ്. ഹാസ് ലിവ്ഡ് എന്നത് ലിവ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഫോം ആണ്. ഞങ്ങൾ നേരത്തെ സ്റ്റേഷനിൽ എത്തി. സബ്ജക്റ്റ് വി ആണ്. ഞങ്ങൾ എത്തി, അറൈവ്ഡ്. എവിടെയാണ് എത്തിയത്? അറ്റ് ദ സ്റ്റേഷൻ. വി അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ. നേരത്തെ, ഏർലി. വി അറൈവ്ഡ് അറ്റ് ദ സ്റ്റേഷൻ ഏർലി. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അതിനുശേഷം സ്ഥലം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ അഡ്വേർബ് ഫ്രേസ് അറ്റ് ദ സ്റ്റേഷൻ, അതിനുശേഷം സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ഏർലി. ഏർലി എന്ന വാക്ക് നമുക്ക് അഡ്വർബായി മാത്രമല്ല അജക്റ്റീവായും യൂസ് ചെയ്യാവുന്നതാണ്. അജക്റ്റീവായി യൂസ് ചെയ്യുമ്പോൾ അത് ഏത് നൗണിനെയാണോ മോഡിഫൈ ചെയ്യുന്നത് ആ നൗണിന് മുന്നിലാണ് വരിക. ഇപ്പൊ ഏർലി ട്രെയിൻ എന്ന് പറയുമ്പോൾ രാവിലെ നേരത്തെയുള്ള ട്രെയിൻ എന്നാണ് അർത്ഥം. ഐ കോട്ട് ദ ഏർലി ട്രെയിൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രെയിൻ എന്ന നൗണിന്റെ മുന്നിലായിട്ടാണ് ഏർലി യൂസ് ചെയ്തിട്ടുള്ളത്. ചില വാക്കുകൾ അങ്ങനെയാണ്. അത് അഡ്വർബായും യൂസ് ചെയ്യാൻ സാധിക്കും, അജക്റ്റീവായും യൂസ് ചെയ്യാൻ സാധിക്കും. അജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് നൗണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണോ തരുന്നത് ആ നൗണിന് മുന്നിലായിട്ടാണ് വരിക. അഡ്വർബ് ആവുമ്പോൾ ഏർലി പോലത്തെ അഡ്വർബ്സ് സെന്റൻസിന്റെ അവസാനമാണ് വരിക. ഞാൻ നാളെ മുംബൈയിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ്. പോവുക അതാണ് വെർബ്. നാളെയാണ് ചെയ്യുന്നത്, പക്ഷെ അറേഞ്ച്മെന്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ആം ഗോയിങ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഗോ എന്ന വെർബിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം എന്ന് പറയുന്നത് ആം ഗോയിങ് ആണ്. സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ ആം യൂസ് ചെയ്യുന്നത്. ഐ ആം ഗോയിങ് ടു മുംബൈ ടുമോറോ. ഞാൻ നാളെ മുംബൈയിലേക്ക് പോവുകയാണ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അതിനുശേഷം സ്ഥലം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ടു മുംബൈ, അതിനുശേഷം സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ടുമോറോ. അത് ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരുന്നല്ലോ, സമയം സൂചിപ്പിക്കുന്ന വാക്കുകളെ നമുക്ക് വേണമെങ്കിൽ സെന്റൻസിന്റെ ആദ്യവും വെക്കാം. നമുക്കിത് ഇങ്ങനെയും പറയാം, ടുമോറോ ഐ ആം ഗോയിങ് ടു മുംബൈ. അങ്ങനെയും പറയാവുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ആ ടുമോറോ എന്ന ആ ഒരു വേർഡിലാണ് കൂടുതൽ ശ്രദ്ധ, ഫോക്കസ് അതിലാണ്. ആ ഒരു വാക്കിൽ എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ടൈം അഡ്വേർബ്സിനെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മൂവ് ചെയ്യുക. നോർമൽ വേർഡ് ഓർഡറിൽ ടൈം അഡ്വേർബ്സ് അവസാനമാണ് വരിക. പക്ഷെ നമുക്ക് ആ നാളെ എന്ന കാര്യത്തിലാണ് ഫോക്കസ് വേണ്ടതെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് സെന്റൻസിന്റെ മുന്നിൽ വെക്കും. ടുമോറോ ഐ ആം ഗോയിങ് ടു മുംബൈ. 20 വർഷമായി ഞങ്ങൾ ഒരേ സിറ്റിയിലാണ് താമസിക്കുന്നത്. സബ്ജക്റ്റ് ആരാ? താമസിക്കുന്ന ആരാണ്? ഞങ്ങളാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളാണ് സബ്ജക്റ്റ്. വി. താമസിക്കുക അതാണ് വെർബ്. ലിവ്. 20 വർഷമായി. ഫോർ 20 years. ഒരേ സിറ്റിയിൽ. ഇൻ ദ സെയിം സിറ്റി. അതേ സിറ്റിയിലാണ് താമസിക്കുന്നത് എന്നർത്ഥം. 20 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇതേവരെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലിവ്, വർക്ക്, ഈ രണ്ട് വെർബിന്റെ കൂടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്, വി
ഹാവ് ബീൻ ലിവിങ്. ലിവിങ് എന്ന വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ആണ് ഹാവ് ബീൻ ലിവിങ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നത് ഹാസ് ബീൻ പ്ലസ് ING അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ആണ്. ഇവിടെ സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. വി ഹാവ് ബീൻ ലിവിങ് ഒരേ സിറ്റിയിൽ ഇൻ ദ സെയിം സിറ്റി ഫോർ 20 years. 20 വർഷമായി ഞങ്ങൾ ഒരേ സിറ്റിയിലാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വി ഹാവ് ലിവ്ഡ്, അത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. വി ഹാവ് ബീൻ ലിവിങ് എന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. വി ഹാവ് ലിവ്ഡ് ഇൻ ദ സെയിം സിറ്റി ഫോർ 20 years അല്ലെങ്കിൽ വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദ സെയിം സിറ്റി ഫോർ 20 years. വി ഹാവ് ലീവ്ഡ് ഫോർ 20 years ഇൻ ദ സെയിം സിറ്റി എന്നല്ല പറയുന്നത്. ആദ്യം സ്ഥലം പിന്നെ സമയം, അങ്ങനെ വേണം. അതാണ് പ്രോപ്പറായ വേർഡ് ഓർഡർ. അവൻ വൈകിയാണ് ഉറങ്ങാൻ പോകുന്നത്. അവൻ്റെ ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അവൻ ഹി ആണ് സബ്ജക്റ്റ്. ഉറങ്ങാൻ പോവുക ഗോ ടു ബെഡ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ES ആഡ് ചെയ്യും. ഗോ എന്ന വെർബിന്റെ കൂടെ നമ്മൾ ആക്ച്വലി ES ആണ് ആഡ് ചെയ്യുന്നത്. ഹി ഗോസ് ടു ബെഡ്, വൈകിയാണ് പോകുന്നത്, ലേറ്റ്. ഹി ഗോസ് ടു ബെഡ് ലേറ്റ്. ആ വൈകിയാണ് എന്ന അർത്ഥത്തിൽ വരുന്ന അഡ്വർബ് സെന്റൻസിന് അവസാനമാണ് വന്നിട്ടുള്ളത്. ഹി ലേറ്റ് ഗോസ് ടു ബെഡ് എന്നോ ഹി ഗോസ് ലേറ്റ് ടു ബെഡ് എന്നോ അല്ല നമ്മൾ പറയുന്നത്. ഹി ഗോസ് ടു ബെഡ് ലേറ്റ്. അവൻ വൈകിയാണ് ഉറങ്ങാൻ പോകുന്നത്. ഗോസ് എന്ന് ഉപയോഗിച്ചതിന്റെ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഹി ആണ്, ഹി സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യും. ഒട്ടുമിക്ക വേർബ്സിന്റെ കൂടെ എസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ചില വേർബ്സിന്റെ കൂടെ നമ്മൾ ES ആണ് ആഡ് ചെയ്യുക. ഞാൻ എന്നും രാവിലെ പാർക്കിൽ പോകും. എന്നും ചെയ്യുന്ന കാര്യമാണ്. എന്നും ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. എന്നും രാവിലെ എവറി മോർണിംഗ്. സബ്ജക്റ്റ് ഐ ആണ്. പാർക്കിൽ പോവും. ഐ ഗോ ടു ദ പാർക്ക് എവറി മോർണിംഗ്. ഞാൻ എന്നും പാർക്കിൽ പോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയത്തിന്റെ മുകളിൽ ഒരു ഫോക്കസ് വേണമെങ്കിൽ അതിനെ എടുത്ത് സബ്ജക്റ്റിന് ആദ്യം വെക്കാം. നമുക്കിത് ഇങ്ങനെയും പറയാം. എവറി മോർണിംഗ് ഐ ഗോ ടു ദ പാർക്ക് എന്നും പറയാം. ഐ ഗോ ടു ദ പാർക്ക് എവറി മോർണിംഗ്, അത് നോർമൽ വേർഡ് ഓർഡർ. നമുക്ക് ആ എവറി മോർണിംഗിനെ എടുത്ത് സെന്റൻസിന് മുന്നിലേക്ക് വെക്കുമ്പോൾ അത് ആ എവറി മോർണിംഗിലാണ് ശ്രദ്ധ കൂടുതൽ വരുന്നത്. അങ്ങനെയും പറയാവുന്നതാണ്. എവറി മോർണിംഗ് ഐ ഗോ ടു ദ പാർക്ക്. എനിക്ക് ക്രിക്കറ്റ് അത്ര ഇഷ്ടമല്ല. സബ്ജക്റ്റ് ഐ ആണ്. ഞാനായാലും എനിക്കായാലും ഐ ആണ് സബ്ജക്റ്റ്. ഐ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഇഷ്ടമാണ് എന്ന് പറയാൻ ഐ ലൈക്ക് ക്രിക്കറ്റ് എന്ന് പറയും. ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്. അത്ര ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ് വെരി മച്ച്. എനിക്ക് ക്രിക്കറ്റ് അത്ര ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ് വെരി മച്ച്. ഈ വെരി മച്ച് പോലുള്ള എക്സ്പ്രഷൻസ് എല്ലാം, അഡ്വർബ് ഫ്രേസസ് എല്ലാം സെന്റൻസിന്റെ അവസാനമാണ് വരിക. എന്നും രാവിലെ ഞാൻ 2 കപ്പ് കാപ്പി കുടിക്കും. എന്നും രാവിലെ എവറി മോർണിംഗ്. സബ്ജക്റ്റ് ഐ ആണ്. കുടിക്കും ഹാബിറ്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഡ്രിങ്ക് 2 കപ്പ് കോഫി. 2 cups of coffee every morning. I drink 2 cups of coffee every morning. Every morning ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. Every morning I drink 2 cups of coffee. അങ്ങനെയും പറയാം. ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോയി. സബ്ജക്റ്റ് ഐ ആണ്. പെട്ടെന്ന്, ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നതിന് നമുക്ക് ക്വിക്കലി എന്ന് പറയാം. ക്വിക്കലി ഒരു അഡ്വർബ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഈറ്റ്. സബ്ജക്റ്റ് ഐ ആണ്. വെർബ് ഈറ്റ് ആണ്. ഒബ്ജക്റ്റ് എന്താണ് കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എങ്ങനെയാ കഴിച്ചത്? മാനർ ആണ്. മാനർ സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻ ആണ് ഇവിടെ ക്വിക്കലി. പെട്ടെന്ന് കഴിച്ചു. എന്നിട്ട് ജോലിക്ക് പോയി. ഇത്രയാണ് നമുക്ക് പറയേണ്ടത്. കഴിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈറ്റ് എന്ന വെർബിന്റെ V2 8 ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ ക്വിക്കലി ate my breakfast and went to work. ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. I quickly ate my breakfast and went to work. അല്ലെങ്കിൽ എന്ത് പറയാം? I ate my breakfast quickly and went to work. ഇവിടെ ക്വിക്ലി എന്നതൊരു മാനർ അഡ്വർബ് ആണ്. മാനർ അഡ്വർബ് പൊതുവെ ഒബ്ജക്റ്റിന് ശേഷമാണ് വരിക. പക്ഷെ നമുക്ക് അതിന് വേണമെങ്കിൽ വെർബിന് മുന്നിലും ഉപയോഗിക്കാം. അങ്ങനെ വെർബിന് മുന്നിൽ ഉപയോഗിക്കുമ്പോൾ വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ ആ വാക്കിന് മുന്നിൽ അഡ്വർബ് വരും. വെർബിൽ 2 അതിൽ കൂടുതലോ വാക്കുകൾ ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ വെർബിന് ശേഷമായിട്ടാണ് ഈ അഡ്വർബ് വരിക. ഐ ക്വിക്ലി ate my breakfast എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ate my breakfast quickly, രണ്ടും പറയാവുന്നതാണ്. ആൻഡ് ഈ സെന്റൻസിൽ 2 ക്ലോസ് ഉണ്ട്. ഐ ate my breakfast quickly എന്നത് ഒരു ക്ലോസ് ആണ്. ഐ went to work എന്നത് രണ്ടാമത്തെ ക്ലോസ് ആണ്. ഞാൻ ജോലിക്ക് പോയി. ഐ went to work. നമ്മളിതിനെ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ആൻഡ് എന്നൊരു കൺജങ്ഷൻ കൂടി യൂസ് ചെയ്തു. 2 ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ ഐ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഐ വെൻറ്റ് ടു വർക്ക് എന്നല്ല നമ്മൾ പറയുന്നത്. ആൻഡ് വെൻറ്റ് ടു വർക്ക് എന്ന് മാത്രമാണ് പറയുന്നത്. ഐ നമ്മളവിടെ ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ ate my breakfast quickly and went to work. ആൻഡ് ഐ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ
ഐ ക്വിക്ലി എയ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വെന്റ് ടു വർക്ക്. ചില അഡ്വേർബ്സ് നമുക്കിങ്ങനെ ഒബ്ജക്റ്റിന് ശേഷവും ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെർബിന് മുന്നിലായി സബ്ജക്റ്റിനും വെർബിനും ഇടയിലും ഉപയോഗിക്കാം. എന്തായാലും വെർബിനും അതിന്റെ ഒബ്ജക്റ്റിനും ഇടയിൽ അഡ്വേർബ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഞാൻ ഒരുപാട് പേരെ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കിങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഗോയിങ് ടു ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഗോയിങ് ടു ഉപയോഗിച്ചത് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ്, ഒരുപാട് പേരെ ക്ഷണിക്കാൻ. ടു ഇൻവൈറ്റ്, ക്ഷണിക്കാൻ. ഒരുപാട് പേരെ, എ ലോട്ട് ഓഫ് പീപ്പിൾ. ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു മൈ ബർത്ത്ഡേ പാർട്ടി. എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുപാട് പേരെ ഞാൻ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ്, ഞാൻ ക്ഷണിക്കാൻ പോകുന്നുണ്ട്. ആരെ? അതാണ് ഒബ്ജക്റ്റ്, എ ലോട്ട് ഓഫ് പീപ്പിൾ. അത് അതിന് ശേഷം വന്നു. ഇവിടുത്തെ വെർബ് ഒരു ലോങ് ഫ്രേസ് ആണ്. ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ഫ്രേസ് ആണ്. അതിനകത്ത് വെർബ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടു ഇൻഫിനിറ്റീവും അതിൽ വരുന്നുണ്ട്. ഒബ്ജക്റ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ക്ഷണിക്കുന്നത്? പാർട്ടിക്കാണ് ക്ഷണിക്കുന്നത്. അത് സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്, ടു മൈ ബർത്ത്ഡേ പാർട്ടി. വാർത്ത കേട്ട ഉടനെ ഞാൻ അവനെ ഫോൺ ചെയ്തു. ഉടനെ, ഇമ്മീഡിയറ്റ്ലി. ഞാൻ, സബ്ജക്റ്റ് അതാണ്, ഐ. ഫോൺ ചെയ്തു, ഫോൺഡ്. അവനെ, ഹിം. ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്. മാനർ ആണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടൈം, അതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടായാലും മാനർ അഡ്വർബ് ആയാലും ടൈം അഡ്വർബ് ആയാലും അത് ഒബ്ജക്റ്റിന് ശേഷമാണ് വരുന്നത്. വേണമെങ്കിൽ വെർബിന് മുന്നിലും വരാം. ഐ ഫോൺഡ് ഹിം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ്. ന്യൂസ് കേട്ട ഉടനെ ഞാൻ അവനെ ഫോൺ ചെയ്തു. ഐ ഇമ്മീഡിയറ്റ്ലി ഫോൺഡ് ഹിം ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫോൺഡ് ഹിം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് എന്ന് പറയാം. ഇമ്മീഡിയറ്റ്ലി എന്ന ഈ അഡ്വർബ് നമുക്ക് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർബിന് മുന്നിൽ യൂസ് ചെയ്യാം. ഐ ഇമ്മീഡിയറ്റ്ലി ഫോൺഡ് ഹിം ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ്, അല്ലെങ്കിൽ ഐ ഫോൺഡ് ഹിം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ്. പല അഡ്വേർബ്സും നമുക്ക് സെന്റൻസിൽ പല സ്ഥാനങ്ങളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ പല സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് സെന്റൻസിന്റെ ആദ്യം വരും, അല്ലെങ്കിൽ അത് ഒബ്ജക്റ്റിന് ശേഷം വരും, അതും അല്ലെങ്കിൽ അത് വെർബിന് മുന്നിലായിട്ട് വരും. ഇതാണ് അഡ്വേർബ്സ് വരാനുള്ള 3 സ്ഥാനങ്ങൾ. ഈ സെന്റൻസ് തന്നെ നമുക്ക് ഈ അഡ്വേർബ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആ അഡ്വേർബ് ഉപയോഗിക്കുന്ന ആ ഒരു ഫ്രേസ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് ഐ ഫോൺഡ് ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഫോൺഡ് ഹിം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ് എന്നും പറയാം. നമുക്ക് ആ ഐ ഫോൺഡ് ഹിം എന്ന മെയിൻ ക്ലോസ് നമുക്ക് ആദ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് പൊതുവെ ഇംഗ്ലീഷിൽ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇന്ന് സ്കൂളിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സബ്ജക്റ്റ് ഞങ്ങളാണ്, വി. പഠിച്ചു, പഠിക്കുക, ലേൺ. പഠിച്ചു, ലേൺഡ്. ഒരുപാട് കാര്യങ്ങൾ, എ ലോട്ട് ഓഫ് തിങ്സ്. ഇന്ന്, ടുഡേ. സ്കൂളിൽ, അറ്റ് സ്കൂൾ. വി ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇവിടെ സ്കൂളാണോ സമയമാണോ ആദ്യം വരിക? സ്ഥലമാണോ ആദ്യം വരിക? സമയം അതിന് ശേഷമാണ് വരിക. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, we learned a lot of things at school today. We learned a lot of things today at school എന്ന് പറയുന്നതിലും പ്രോപ്പറാണ് ഇത്. അറ്റ് സ്കൂളിന് ശേഷം ടുഡേ ഉപയോഗിക്കുന്നത്. ടുഡേ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഉപയോഗിക്കാം. ടുഡേ we learned a lot of things at school. സമയം സൂചിപ്പിക്കുന്ന എക്സ്പ്രഷൻസിനെ നമുക്ക് വേണമെങ്കിൽ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റാം. അത് ആ ഒരു സമയത്തിൽ ശ്രദ്ധ കൂടുതൽ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നീ എപ്പോഴും TV കാണുകയാണ്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഒരു ക്രിട്ടിസൈസ് ചെയ്യുക എന്ന രീതിയിലാണ് അത് പറയുന്നത്. നമ്മൾ നീ എപ്പോഴും TV കാണുകയാണ്. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് ഇങ്ങനെയാണ് പറയാം, യു ഓൾവേസ് വാച്ച് TV. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അപ്പം നമ്മൾ പറയാം യു ആർ ഓൾവേസ് വാച്ചിങ് TV എന്നാണ്. ഓൾവേസ് എന്നത് ഇവിടെ അഡ്വർബ് ആണ്. അതിന്റെ പൊസിഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് എപ്പോഴും വെർബിന് മുന്നിലായിട്ടാണ് വരിക. യു ഓൾവേസ് വാച്ച് TV. ഇവിടെ വാച്ച് എന്ന വെർബിന് മുന്നിലായിട്ടാണ് ഓൾവേസ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റിനും വെർബിനും ഇടയിലായിട്ടാണ് ആദ്യത്തെ സെന്റൻസിൽ ഓൾവേസ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ, യു ആർ ഓൾവേസ് വാച്ചിങ് TV. ഇവിടെ വെർബിൽ 2 വാക്കുണ്ട്. ആർ വാച്ചിങ്, അതാണ് ഇവിടുത്തെ വെർബ്. അതിനകത്തൊരു പ്രൈമറി ഓക്സിലറി വെർബ് ഉണ്ട്, ആർ ഉണ്ട്, പിന്നെ ഒരു ING ഫോമും ഉണ്ട്. ഓൾവേസ് വന്നിട്ടുള്ളത് ഇതിന് നടുവിലായിട്ടാണ്. യു ഓൾവേസ് ആർ വാച്ചിങ് TV എന്നല്ല നമ്മൾ പറയാം, യു ആർ ഓൾവേസ് വാച്ചിങ് TV. അതുപോലെ തന്നെ യു ആർ വാച്ചിങ് ഓൾവേസ് TV എന്നും പറയരുത്. വെർബിൽ ഇങ്ങനെ 2ഓ അതിൽ കൂടുതലോ വാക്കുകൾ വരുമ്പോൾ ഈ അഡ്വർബ് വരുന്നത് ഓൾവേസ്, എവർ, നെവർ ഇതുപോലത്തെ അഡ്വേർബ്സ്, അതുപോലെ തന്നെ മറ്റ് അഡ്വേർബ്സും ഇങ്ങനെ വെർബിന്റെ മുന്നിലായിട്ട് യൂസ് ചെയ്യാവുന്ന മറ്റ് അഡ്വേർബ്സും എല്ലാം തന്നെ ആ വെർബിലെ ആദ്യത്തെ ഓക്സിലറി വെർബിന് ശേഷമായിട്ടാണ് വരിക. മെയിൻ വെർബിന് മുന്നിലായിട്ട് ഓക്സിലറിക്ക് ശേഷം, അങ്ങനെ വേണം അഡ്വർബ് യൂസ് ചെയ്യാൻ. യു ആർ ഓൾവേസ് വാച്ചിങ് TV. അത്തരം ചോദ്യങ്ങൾ ദയവായി വീണ്ടും ചോദിക്കരുത്. അത്തരം ചോദ്യങ്ങൾ
സച്ച് ക്വസ്റ്റ്യൻസ് ദയവായി വീണ്ടും ചോദിക്കരുത്. ഇതൊരു റിക്വസ്റ്റ് ആണ്. ഇങ്ങനെ റിക്വസ്റ്റ് എല്ലാം റിക്വസ്റ്റ്, അതുപോലെ തന്നെ ഓർഡർ, ഇതെല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതിന്റെ കൂടെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. സബ്ജക്റ്റ് എപ്പോഴും യു ആണ്, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. നമ്മളിത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലീസ് ഡോണ്ട് ആസ്ക്, ചോദിക്കരുത്. സച്ച് ക്വസ്റ്റ്യൻസ്, അത്തരം ചോദ്യങ്ങൾ. വീണ്ടും എഗെയിൻ, ബിഫോർ, എഗെയിൻ, അതുപോലുള്ള അഡ്വേർബ്സ് എല്ലാം സെന്റൻസിന്റെ അവസാനമാണ് വരിക. പ്ലീസ് ഡോണ്ട് ആസ്ക് സച്ച് ക്വസ്റ്റ്യൻസ് എഗെയിൻ, വീണ്ടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. മുത്തശ്ശി എപ്പോഴും ഞങ്ങൾക്ക് നല്ല ഗിഫ്റ്റ്സ് കൊണ്ടുവരും. ഇതൊരു ഹാബിറ്റാണ്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക എന്ന് കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി, ഗ്രാൻഡ് മദർ, എപ്പോഴും, ഓൾവേസ്, കൊണ്ടുവരും, ബ്രിങ്. ഗ്രാൻഡ് മദർ എന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ അതിന്റെ കൂടെ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ഗ്രാൻഡ് മദർ ഓൾവേസ് ബ്രിങ്സ്, ഞങ്ങൾക്കാണ് കൊണ്ടുവരുന്നത്. അസ്, ഞങ്ങൾക്ക്. നൈസ് ഗിഫ്റ്റ്സ്. ഗ്രാൻഡ് മദർ ഓൾവേസ് ബ്രിങ്സ് അസ് നൈസ് ഗിഫ്റ്റ്സ്. ഇവിടെ ബ്രിങ് എന്ന വെർബിന് 2 ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അസ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. നൈസ് ഗിഫ്റ്റ്സ് എന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ ചില വേർബ്സിന് ഗീവ്, ടേക്ക്, ബ്രിങ്, ഇതിനെ എല്ലാം കൂടെ നമ്മൾ പലപ്പോഴും 2 ഒബ്ജക്റ്റ് ഉപയോഗിക്കും. ഇനി 2 ഒബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിലെ വ്യക്തിയാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. വസ്തു എന്തോ അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആ വ്യക്തി ഏതോ അതാണ് വെർബിന് ശേഷം വരുന്നത്. അതിനുശേഷമാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. ഗ്രാൻഡ് മദർ ഓൾവേസ് ബ്രിങ്സ് അസ് നൈസ് ഗിഫ്റ്റ്സ്. ഓൾവേസ് എന്ന അഡ്വർബ് നമ്മൾ ബ്രിങ് എന്ന വെർബിന് മുന്നിലായിട്ടാണ് യൂസ് ചെയ്തത്. ബ്രിങ്ങിന്റെ കൂടെ നമ്മൾ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം സബ്ജക്റ്റ് ഗ്രാൻഡ് മദർ എന്ന സിംഗുലർ നൗൺ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒബ്ജക്ട്സിന്റെ പൊസിഷൻ മാറ്റാം. നമുക്ക് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. നമുക്കിത് ഇങ്ങനെയും പറയാം. ഗ്രാൻഡ് മദർ ഓൾവേസ് ബ്രിങ്സ് നൈസ് ഗിഫ്റ്റ്സ് ഫോർ അസ്, അങ്ങനെയും പറയാവുന്നതാണ്. നൈസ് ഗിഫ്റ്റ്സ് ആദ്യം വരുമ്പോൾ പിന്നെ നമ്മളവിടെ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. നോർമൽ വേർഡ് ഓർഡർ ഇങ്ങനെയാണ്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അതിനുശേഷം. മീറ്റിംഗ് ഒരു പക്ഷേ നീട്ടി വെച്ചേക്കാം. ഒരു പക്ഷേ, പെർഹാപ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോബബിളി എന്ന് പറയാം. മീറ്റിംഗ് ആണ് സബ്ജക്റ്റ്. ദ മീറ്റിംഗ്, നീട്ടി വെച്ചേക്കാം, നീട്ടി വെക്കുക, പോസ്റ്റ്പോൺ, നീട്ടി വെച്ചേക്കാം. ദ മീറ്റിംഗ് വിൽ പ്രോബബ്ലി ബി പോസ്റ്റ്പോൺഡ്. മീറ്റിംഗ് നീട്ടി വച്ചേക്കാം. വിൽ ബി പോസ്റ്റ്പോൺഡ് എന്ന് പറയുമ്പോൾ നീട്ടി വച്ചേക്കാം എന്നർത്ഥം. പ്രോബബ്ലി ഇവിടെ ഒരു പക്ഷേ എന്നർത്ഥം വരുന്ന അഡ്വർബാണ്. വെർബിൽ ഇവിടെ 3 വാക്കുണ്ട്. വിൽ ഉണ്ട്, ബി ഉണ്ട്, പോസ്റ്റ്പോൺഡ് ഉണ്ട്. ഇങ്ങനെ 3 വേർഡ് വെർബിൽ വരുമ്പോൾ അഡ്വർബ് വരുന്നത് അതിലെ ആദ്യത്തെ ഓക്സിലറി വെർബിന് ശേഷമാണ്. ദ മീറ്റിംഗ് വിൽ പ്രോബബ്ലി ബി പോസ്റ്റ്പോൺഡ്. മീറ്റിംഗ് വിൽ ബി പ്രോബബ്ലി പോസ്റ്റ്പോൺ എന്നല്ല നമ്മൾ പറയുന്നത്. ദ മീറ്റിംഗ് പ്രോബബ്ലി വിൽ ബി പോസ്റ്റ്പോൺ എന്നും അല്ല നമ്മൾ പറയുന്നത്. വില്ലിന് ശേഷമാണ് നമ്മൾ പ്രോബബ്ലി എന്ന അഡ്വർബ് യൂസ് ചെയ്യുന്നത്. ഗോവണി ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും വീഴാൻ പോയി. ശരിക്കും വീഴാൻ പോയി എന്ന് പറയുമ്പോൾ വീണില്ല, പക്ഷെ വീണ പോലെ തന്നെ ആയി എന്നർത്ഥം. അതിന് നമുക്ക് ഓൾമോസ്റ്റ് ഫെൽ എന്ന് പറയാം. വീണില്ല, പക്ഷെ വീണതുപോലെ. വീഴാൻ പോയി, ഐ ഓൾമോസ്റ്റ് ഫെൽ. ഞാൻ വീഴാൻ പോയി, വീണതുപോലെ തന്നെ ആയി. എപ്പോ? ഗോവണി ഇറങ്ങുമ്പോൾ. ഗോവണി ഇറങ്ങുകയായിരുന്നു. അതെങ്ങനെയാ പറയുന്നത്? ഐ വാസ് ക്ലൈംബിംഗ് ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറയാം. ഗോവണി കയറുന്നതിന് ഗോ അപ്പ് ദ സ്റ്റെയർസ് എന്ന് പറയാം, ക്ലൈംബ് അപ്പ് ദ സ്റ്റെയർസ് എന്ന് പറയാം. ഇറങ്ങുന്നതിന് ഗോ ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറയാം, ക്ലൈംബിംഗ് ഡൗൺ ദ സ്റ്റെയർസ് എന്ന് പറയാം. ഗോവണി ഇറങ്ങുമ്പോൾ. ആ അപ്പോൾ എന്ന മീനിങ്ങിന് വേണ്ടി നമുക്കിവിടെ ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് വൈലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുന്നത്. ഐ ഓൾമോസ്റ്റ് ഫെൽ ആസ് ഐ വാസ് ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ്. ആസ് ഇവിടെ കൺജങ്ഷൻ ആണ്. ഈ 2 ക്ലോസിനെയും കണക്ട് ചെയ്യാനാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആസ് ഉപയോഗിച്ചും ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആസ് ഐ വാസ് ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ് ഐ ഓൾമോസ്റ്റ് ഫെൽ. അങ്ങനെയും പറയാവുന്നതാണ്. ക്ലോസസിന്റെ പൊസിഷൻ നമുക്ക് ഇംഗ്ലീഷിൽ മാറ്റാൻ സാധിക്കും. സെന്റൻസിനെ നമുക്ക് മെയിൻ ക്ലോസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇവിടെ ആസ് എന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ആസ്, വെൻ, വൈൽ, ആഫ്റ്റർ, ബിഫോർ, ഇഫ്, ബിക്കോസ്, സിൻസ്, ഇതെല്ലാം സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. ഇത്തരം കൺജങ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസിന് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് പറയും. സബോർഡിനേറ്റ് ക്ലോസസിന് ഒരിക്കലും തനിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരു കൺജങ്ഷൻ ഉപയോഗിക്കാത്ത ഒരു ക്ലോസിനോട് നമ്മൾ എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസസിനെ ആഡ് ചെയ്യണം. ഇവിടെ ഐ ഓൾമോസ്റ്റ് ഫെൽ എന്ന ക്ലോസിൽ നമുക്ക് നോക്കിയാൽ കാണാം, അതിനകത്ത് കൺജങ്ഷൻ ഒന്നും വരുന്നില്ല. ഞാൻ ഏകദേശം വീണു, അതാണ് ആ സെന്റൻസിന് അർത്ഥം. അത് മീനിങ് കംപ്ലീറ്റ് ആയിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്.
ഈ സെന്റൻസിനകത്ത് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആണ് ഉള്ളത്. ഈ സബോർഡിനേറ്റ് ക്ലോസിനെ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവസാനം ഉപയോഗിക്കാം. ആസ് ഐ വാസ് ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ് ഐ ഓൾമോസ്റ്റ് ഫെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഓൾമോസ്റ്റ് ഫെൽ ആസ് ഐ വാസ് ഗോയിങ് ഡൗൺ ദ സ്റ്റെയർസ് എന്നും പറയാം. ആസിന് പകരം നമുക്ക് വെൻ ഉപയോഗിക്കാവുന്നതാണ്, വൈലും ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങൾ അപൂർവമായേ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാറുള്ളൂ. സബ്ജക്റ്റ് ഞങ്ങളാണ്, വി ആണ്. ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുക, ഈറ്റ് ഔട്ട്. അപൂർവമായി, റയർലി. വി റയർലി ഈറ്റ് ഔട്ട്. റയർലി എന്ന അഡ്വർബ് പൊതുവെ വെർബിന് മുന്നിലായിട്ടാണ് വരിക. വി ഈറ്റ് ഔട്ട് റയർലി എന്നല്ല നമ്മൾ പറയുന്നത്, വി റയർലി ഈറ്റ് ഔട്ട്. ഈറ്റ് എന്ന വെർബിന്റെ മുന്നിലാണ് അത് വരുന്നത്. ഫ്രീക്വൻസി അഡ്വേർബ്സ് ഇങ്ങനെ, ഈ റയർലി, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, യൂഷ്വലി, ഇതെല്ലാം ഫ്രീക്വൻസി അഡ്വേർബ്സ് ആണ്. അതായത് ഒരു പ്രവൃത്തി എപ്പോഴെല്ലാം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണിത്. ഫ്രീക്വൻസി അഡ്വേർബ്സ് പൊതുവെ ഇങ്ങനെ വെർബിന് മുന്നിലാണ് വരിക. എങ്ങനെ നടന്നു എന്ന് സൂചിപ്പിക്കുന്ന അഡ്വേർബ്സ്, മാനർ അഡ്വേർബ്സ്, അത് പൊതുവെ ഒബ്ജക്റ്റിന് ശേഷം അല്ലെങ്കിൽ വെർബിന് ശേഷം അവസാനമായിട്ടാണ് വരിക. വി റയർലി ഈറ്റ് ഔട്ട്. അവൻ നേരത്തെ തന്നെ പോയി. സബ്ജക്റ്റ് ഹി ആണ്, പോയി, വെന്റ്. ഗോ എന്ന വെർബിന്റെ വീട്ടു. നേരത്തെ തന്നെ, അതായത് പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ പോയി, അതാണ് നമുക്ക് പറയേണ്ടത്. ഹി ഓൾറെഡി ലെഫ്റ്റ്. അവൻ നേരത്തെ തന്നെ പോയി. ഓൾറെഡി എന്ന അഡ്വർബും വെർബിന് മുന്നിലായിട്ടാണ് വരിക. അതിന് മറ്റു പൊസിഷൻ ഒന്നും സെന്റൻസിൽ സാധ്യമല്ല. അതെപ്പോഴും വെർബിന് മുന്നിൽ തന്നെയേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഹി ഓൾറെഡി ലെഫ്റ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. നമുക്ക് ഇത് തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചും പറയാം. ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. അവൻ നേരത്തെ തന്നെ പോയി. പ്രസന്റ് പെർഫെക്റ്റിൽ വരുമ്പോൾ വെർബിൽ രണ്ട് വാക്കുണ്ട്, ഹാസ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അഡ്വർബ് വരുന്നത് അതിലെ ആദ്യത്തെ വാക്ക് പ്രൈമറി ഓക്സിലറി വെർബിന് ശേഷമാണ്. ഹി ഓൾറെഡി ഹാസ് ലെഫ്റ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ് എന്നാണ്. അഡ്വർബ് വെർബിലെ ആദ്യത്തെ വാക്കിന് ശേഷം വേണം ഉപയോഗിക്കാൻ. വെർബിൽ 3 വാക്കുണ്ടെങ്കിൽ ആദ്യത്തെ വാക്കിന് ശേഷമാണ് അഡ്വർബ് ഉപയോഗിക്കുക. പിന്നെ ആ അഡ്വർബിന് ശേഷം വെർബിലത്തെ മറ്റ് 2 വാക്കുകൾ വരും. അവൾ എന്നെ ഫോൺ ചെയ്യാറേ ഇല്ല. അവളുടെ ഒരു ഹാബിറ്റ്. ചെയ്യാറേ ഇല്ല, ഒരിക്കലും ചെയ്യാറില്ല എന്നർത്ഥം. ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഏത് അഡ്വർബാണ് യൂസ് ചെയ്യുക? നമ്മൾ നെവർ എന്ന അഡ്വർബ് ഉപയോഗിക്കും. ഷീ, സബ്ജക്റ്റ് ഷീ ആണ്. ഷീ നെവർ കോൾസ് മീ. എന്നെ വിളിക്കാറേ ഇല്ല, അല്ലെങ്കിൽ ഷീ നെവർ ഫോൺസ് മീ. അവൾ എന്നെ ഫോൺ ചെയ്യാറേ ഇല്ല. ഹാബിറ്റ് ആയത് കാരണം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോൺ എന്ന വെർബിന്റെ കൂടെ, ഫോൺ നൗൺ മാത്രമല്ല, ഫോൺ വെർബുമാണ്. ഫോൺ എന്ന വെർബിന്റെ കൂടെ നമ്മളൊരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം സബ്ജക്റ്റ് ഷീ ആണ്. ഷീ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഷീ നെവർ ഫോൺസ് മീ. ഓൾറെഡി എന്ന അഡ്വർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെവർ എന്ന അഡ്വർബും എല്ലായ്പ്പോഴും വെർബിന് മുന്നിലായിട്ടാണ് വരിക. ഷീ നെവർ ഫോൺസ് മീ. ഷീ ഫോൺസ് മീ നെവർ എന്നോ, ഷീ ഫോൺസ് നെവർ മീന്നോ, നെവർ ഷീ ഫോൺസ് മീന്നോ ഒന്നും പറയരുത്. ഷീ നെവർ ഫോൺസ് മീ. വെർബിന് മുന്നിൽ വേണം നെവർ, എവർ, ഓൾവേസ് ഇതെല്ലാം ഉപയോഗിക്കാൻ. എപ്പോഴും ഞാൻ അവളെ വിളിക്കണം. ഞാൻ വിളിക്കണം. ഐ ഹാവ് ടു കോൾ ഹെർ. ഞാൻ അവളെ വിളിക്കണം. ഐ മസ്റ്റ് കോൾ ഹെർ എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കണം എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ ഐ ഹാവ് ടു കോൾ ഹെർ എന്ന് പറയുന്നത്. എപ്പോഴും, ഓൾവേസ്. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഐ ഓൾവേസ് ഹാവ് ടു ഫോൺ ഹെർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാവ് ആക്ച്വലി ഒരു ഓക്സിലറി വെർബാണ്. അപ്പോൾ നമുക്ക് തോന്നും ഹാവിന് ശേഷമല്ലേ ഓൾവേസ് വരേണ്ടത് എന്ന്. വെർബിൽ 2 വാക്കുണ്ടാവുമ്പോൾ അഡ്വർബ് ആദ്യത്തെ വാക്കിന് ശേഷം വരണം, പ്രൈമറി ഓക്സിലറിക്ക് ശേഷം വരണമെന്നാണല്ലോ നമ്മൾ ഇതുവരെ എല്ലാം പറഞ്ഞത്. പക്ഷെ ഹാവ് ടു എന്ന വെർബ് ഡിഫറെൻ്റ് ആണ്. വെർബ് ഹാവ് ടു ആവുമ്പോൾ അഡ്വർബ് വരുന്നത് ഹാവ് ടുവിന് മുന്നിലാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഹാവ് ടുവിന് മുന്നിൽ വേണം അഡ്വർബ് യൂസ് ചെയ്യാൻ. ഹാവിനെയും ടുവിനെയും സ്പ്ലിറ്റ് ചെയ്ത് അതിനിടയിൽ അഡ്വർബ് ഉപയോഗിക്കരുത്. ഐ ഓൾവേസ് ഹാവ് ടു ഫോൺ ഹെർ. എപ്പോഴും ഞാൻ തന്നെ അവളെ വിളിക്കണം. അവൻ എപ്പോഴും വൈകിട്ടാണ് ജോലിക്ക് എത്തുന്നത്. ഇതും ഹാബിറ്റാണ്. നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഹി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ വർക്ക്. അവൻ എപ്പോഴും ജോലിക്ക് വൈകിയാണ് എത്തുന്നത്. അവൻ എപ്പോഴും വൈകുന്നു എന്നർത്ഥം. ഹി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ വർക്ക്. ഇവിടെ ഓൾവേസ് എന്ന വെർബ് ഈസ് എന്ന പ്രൈമറി ഓക്സിലറി വെർബിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഒരു സെന്റൻസിനകത്ത് വെർബായി വരുന്നത് പ്രൈമറി ഓക്സിലറി മാത്രമാണെങ്കിൽ അഡ്വർബ് ആ പ്രൈമറി ഓക്സിലറിക്ക് ശേഷമാണ് വരുന്നത്. ഹാവ് ടു ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഹാവ് ടുവിന് മുന്നിൽ വേണം ഓൾവേസിനെ യൂസ് ചെയ്യാൻ. പക്ഷെ ഈസ്, ആം, ആർ, വാസ്, വർ ഇതിനെല്ലാം ശേഷമാണ് ഓൾവേസ്, ഓൾറെഡി, എവർ, നെവർ ഇതുപോലത്തെ അഡ്വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഹി ഈസ് ഓൾവേസ് ലേറ്റ് ഫോർ വർക്ക്. അവൻ എപ്പോഴും ജോലിക്ക് വൈകിയാണ് എത്തുന്നത്. നീ ഒരിക്കലും സമയത്ത് വരാറില്ല. ഇതും ഹാബിറ്റാണ്. സിമ്പിൾ പ്രസന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നീ, യു. ഒരിക്കലും സമയത്ത് വരാറില്ല. സമയത്ത് വരുന്നതിന് നമുക്ക് ഓൺ ടൈം എന്ന് പറയാം. യു ആർ
നെവർ ഓൺ ടൈം. നീ ഒരിക്കലും സമയത്ത് വരാറില്ല. ഇവിടെയും നെവർ എന്ന അഡ്വർബ് നമ്മൾ ആർ എന്ന ആ പ്രൈമറി ഓക്സിലറിക്ക് ശേഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യു നെവർ ആർ ഓൺ ടൈം എന്നല്ല നമ്മൾ പറയുന്നത്, യു ആർ നെവർ ഓൺ ടൈം എന്നാണ്. എപ്പോഴും പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഡു, ഡസ്, ഡിഡ്, ഹാഡ്, ഇതെല്ലാം പ്രൈമറി ഓക്സിലറീസ് ആണ്. അഡ്വർബ് ഇങ്ങനെ ഈ പ്രൈമറി ഓക്സിലറീസിന് ശേഷമാണ് വരാം. ഞങ്ങൾ കൂടെ കൂടെ മാംസം കഴിക്കാറില്ല. ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ മാംസം കഴിക്കാറുള്ളൂ എന്നാണ് പറയേണ്ടത്. അതിന് എക്സാക്റ്റ് ആയ ഒരു മലയാളം പ്രയോഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. കൂടെ കൂടെ ഒരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് ഓഫൺ എന്ന് പറയാം. കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. കഴിക്കാറുണ്ട് എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈറ്റ് എന്ന വെർബാണ് യൂസ് ചെയ്യുക. കഴിക്കാറില്ല, ഡോണ്ട് ഈറ്റ്. സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ് നമ്മൾ ഡോണ്ട് ഈറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഡസന്റ് ഈറ്റ് എന്നാണ് പറയുക. വി ഡോണ്ട് ഈറ്റ് മീറ്റ് ഓഫൺ. മാംസം, മീറ്റ്. ഞങ്ങൾ കൂടെ കൂടെ മാംസം കഴിക്കാറില്ല. ഓഫൺ എന്ന അഡ്വർബ് നമുക്ക് സെന്റൻസിന് അവസാനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർബിന് മുന്നിലായിട്ട് യൂസ് ചെയ്യാം. വി ഡോണ്ട് ഈറ്റ് മീറ്റ് ഓഫൺ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, വി ഡോണ്ട് ഓഫൺ ഈറ്റ് മീറ്റ് എന്ന് പറയാം. രണ്ട് രീതിയിലും ഇത് പറയാം. ഓഫണിന്റെ പൊസിഷൻ നമുക്ക് സെന്റൻസിന് അവസാനം ഉപയോഗിക്കാം, അതായത് ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർബിന് മുന്നിൽ ഉപയോഗിക്കാം. വെർബിൽ രണ്ട് വാക്ക് വരുമ്പോൾ അതിനകത്ത് ആ ഓക്സിലറി വെർബിന് ശേഷമാണ് ഓഫൺ എന്ന അഡ്വർബ് വരുന്നത്. വി ഓഫൺ ഡോണ്ട് ഈറ്റ് മീറ്റ് എന്നല്ല പറയുന്നത്, വി ഡോണ്ട് ഓഫൺ ഈറ്റ് മീറ്റ് എന്നാണ് പറയുന്നത്. എനിക്ക് ഒരിക്കലും അവനെ മനസ്സിലാവില്ല. ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഐ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ഹിം. എനിക്ക് ഒരിക്കലും അവനെ മനസ്സിലാവില്ല. ഇവിടെ വെർബ് വിൽ അണ്ടർസ്റ്റാൻഡ് ആണ്. രണ്ട് വേർഡ് അതിലുണ്ട്. അതുകൊണ്ട് അഡ്വർബായ നെവർ വന്നത് വില്ലിന് ശേഷമാണ്. ഐ നെവർ വിൽ അണ്ടർസ്റ്റാൻഡ് എന്നല്ല പറയേണ്ടത്, ഐ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ഹിം. ഞാൻ ഒരിക്കലും അവനെ മനസ്സിലാക്കില്ല. എനിക്ക് ഒരിക്കലും അവനെ മനസ്സിലാവില്ല. അവൻ എപ്പോഴും എന്നോട് പരുഷമായി പെരുമാറിയിട്ടുള്ളൂ. എഴുതിയത് ഇപ്പോഴും എന്നാണ്, ഉദ്ദേശിച്ചത് എപ്പോഴും എന്നാണ്. എപ്പോഴും, ഓൾവേസ്, പരുഷമായി പെരുമാറിയിട്ടുള്ളൂ. നമ്മൾ ഒരാളുടെ അടുത്ത് പരുഷമായി പെരുമാറുന്നതിന് നമുക്ക് റൂഡ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. ഇവിടെ പെരുമാറിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതേവരെയുള്ള പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതേവരെ അവൻ എൻ്റെ അടുത്ത് എന്നെ എപ്പോൾ കാണുമ്പോഴും പരുഷമായി പെരുമാറിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് പറയേണ്ടത്. അതിന് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം, വേണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. അവൻ എപ്പോഴും എന്നോട് പരുഷമായാണ് പെരുമാറുന്നത് എന്ന് പറയാനാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്, പെരുമാറിയിട്ടുള്ളൂ എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് പറയുക. ഹി ഈസ് എന്നല്ല നമ്മൾ പറയുക, ഈസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റായി ഹാസ് ബീൻ നമ്മൾ ഉപയോഗിക്കും. ഹി ഹാസ് ഓൾവേസ് ബീൻ റൂഡ് ടു മീ, നൈസ് ടു മീ, കൈൻഡ് ടു മീ, റൂഡ് ടു മീ, പൊളൈറ്റ് ടു മീ. ഈ വാക്കുകൾക്ക് എല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. എന്നോട് മോശമായി അല്ലെങ്കിൽ പരുഷമായി പെരുമാറുന്നതിനാണ് റൂഡ് ടു മീ എന്ന് പറയുന്നത്. ഹി ഹാസ് ഓൾവേസ് ബീൻ റൂഡ് ടു മീ. ഇവിടെ ഓൾവേസ് നമ്മൾ ഹാസിനും ബീനിനും ഇടയിൽ ഉപയോഗിച്ചു, അതായത് പ്രൈമറി ഓക്സിലറിയായ ഹാസിന് ശേഷമാണ് ഉപയോഗിച്ചത് ഓൾവേസ്. നമുക്കിതിനെ ഈസ് ഉപയോഗിച്ചും പറയാം. അതിനർത്ഥം അവൻ എപ്പോഴും എന്നോട് പരുഷമായാണ് പെരുമാറുന്നത് എന്നാണ്. ഹി ഈസ് ഓൾവേസ് റൂഡ് ടു മീ. മീനിങ്ങിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. ഹാസ് ബീൻ ആദ്യത്തെ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിലാണ്, രണ്ടാമത്തെ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഓൾവേസ് ഈസിന് ശേഷമാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ സെന്റൻസിൽ വെർബിൽ രണ്ട് വാക്കുണ്ട്, ഹാസും ബീനും ഉണ്ട്. അപ്പോൾ അഡ്വർബ് അതിന് ഇടയിലായിട്ടാണ് യൂസ് ചെയ്തത്. അവൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഒരു കാര്യം അതുപോലും ചെയ്യാൻ അറിയില്ല. ആ പോലും എന്ന മീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വർബ് ഈവൻ ആണ്. ചായ ഉണ്ടാക്കുക, മേക്ക് ടീ. ചായ ഉണ്ടാക്കാൻ കഴിയില്ല, ഷീ കാൺ മേക്ക് ടീ. അവൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും കഴിയില്ല, ഷീ കാൺ ഈവൻ മേക്ക് ടീ. അപ്പോൾ ഈവൻ എന്ന അഡ്വർബും നമ്മൾ ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഷീ ഈവൻ കാൺ മേക്ക് ടീ എന്നല്ല പറയുന്നത്, ഷീ കാൺ ഈവൻ മേക്ക് ടീ. അവൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. നീ ഇപ്പോഴും അതേ കമ്പനിയിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ആണ്. ഡു യു സ്റ്റിൽ വർക്ക് ഫോർ ദ സെയിം കമ്പനി? ഡു യു സ്റ്റിൽ വർക്ക് ഫോർ ദ സെയിം കമ്പനി? സ്റ്റിൽ എന്ന അഡ്വർബ്, ഓൾറെഡി എന്ന അഡ്വർബിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വെർബിന് മുന്നിലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് സ്റ്റിൽ വരിക. ഡു യു സ്റ്റിൽ വർക്ക് ഫോർ ദ സെയിം കമ്പനി? നീ ഇപ്പോഴും അതേ കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ആർ യു സ്റ്റിൽ വർക്കിംഗ് ഫോർ ദ സെയിം കമ്പനി? നീ ഇപ്പോഴും അതേ കമ്പനിക്ക് വേണ്ടി തന്നെയാണോ ജോലി ചെയ്യുന്നത്? ഡു യു സ്റ്റിൽ വർക്ക് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ആർ യു സ്റ്റിൽ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. രണ്ടും നമുക്ക് ആളുകളുടെ ജോലിയെക്കുറിച്ച് പറയാൻ നമുക്ക് രണ്ട് ടെൻസ് യൂസ് ചെയ്യാം. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായ ജോലികളെക്കുറിച്ച് എന്നൊരർത്ഥം വരും. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമ്പോൾ പെർമനന്റ് ആയ ജോലിയെക്കുറിച്ച് എന്നൊരർത്ഥം വരും.
ഞാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ മിക്കവാറും വരുന്നുണ്ടാവില്ല. ഞാൻ വരുന്നുണ്ടാവില്ല. ഐ വിൽ നോട്ട് ബി കമ്മിങ്. ഒരു പക്ഷേ പ്രോബബിളി. ഐ വിൽ പ്രോബബിളി നോട്ട് ബി കമ്മിങ്. ഞാൻ ഒരു പക്ഷേ വരുന്നുണ്ടാവില്ല. വിൽ നോട്ട് ബി കമ്മിങ് എന്നതാണ് ഇവിടുത്തെ വെർബ്. 4 വാക്കുണ്ട് അതിൽ. നമ്മൾ അഡ്വർബ് പ്രോബബിളി യൂസ് ചെയ്ത് അതിലെ ആ ആദ്യത്തെ വാക്കിന് ശേഷമാണ്. ഐ വിൽ പ്രോബബിളി നോട്ട് ബി കമ്മിങ്. വെർബിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിലെ ആദ്യത്തെ വാക്കിന് ശേഷമാണ് അഡ്വർബ് യൂസ് ചെയ്യുക. വെർബിൽ ഒറ്റ വാക്കേ ഉള്ളൂ എങ്കിൽ ആ വെർബിന് മുന്നിലാണ് അഡ്വർബ് യൂസ് ചെയ്യുക. പ്രോബബിളി എന്ന വെർബിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് നെഗറ്റീവ് വാക്കുകൾക്ക് മുന്നിലാണ് ഉപയോഗിക്കുക. അതായത് ഐ വോണ്ട് പ്രോബബിളി എന്നല്ല പറയുന്നത്, ഐ പ്രോബബിളി വോണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് അഡ്വേർബ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് പ്രോബബിളി. അത് എന്തുകൊണ്ടോ അങ്ങനെയാണ്. നമ്മൾ മറ്റ് അഡ്വേർബ്സ് ആകുമ്പോൾ നമ്മൾ ഡോണ്ടിനൊക്കെ ശേഷം അഡ്വർബ് യൂസ് ചെയ്യാറുണ്ട്. പ്രോബബിളി പക്ഷേ ഡോണ്ടിനൊക്കെ മുന്നിലായിട്ടാണ് വരിക. ഞാൻ ഒരു വിദേശ രാജ്യത്തും പോയിട്ടേയില്ല. നെവർ. വിദേശ രാജ്യത്ത് പോവുക. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി. ഞാനൊരു വിദേശ രാജ്യത്ത് ഇതുവരെ പോയിട്ടേയില്ല. നെവർ ഉപയോഗിച്ചത് ഹാവിനും ബീനിനും ഇടയിലാണ്. എനിക്ക് സാധാരണ വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടി വരാറില്ല. ഒരു സാധാരണയുള്ള ഒരു കസ്റ്റം, ഒരു റുട്ടീൻ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന അർത്ഥത്തിൽ നമ്മൾ യൂഷ്വലി എന്ന അഡ്വർബ് അവിടെ യൂസ് ചെയ്യും. ഐ വർക്ക് ചെയ്യേണ്ടി വരാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡു നോട്ട് വർക്ക് എന്നാണ് പറയുന്നത്. ഐ ഡു നോട്ട് യൂഷ്വലി ഹാവ് ടു വർക്ക് ഓൺ ദ വീക്കെൻഡ്സ്. ഇവിടെ ഡു എന്ന വെർബിൻ്റെ കൂടെ നോട്ട് എന്നൊരു വേർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി എന്ന അഡ്വർബ് ആ നോട്ടിനും ശേഷമാണ് വന്നത് കേട്ടോ. ഇത് പ്രോബബിളി എന്ന അഡ്വർബിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. പ്രോബബിളി നമ്മൾ എപ്പോഴും നോട്ടിന് മുന്നിലാണ് യൂസ് ചെയ്യുക, നോട്ടിന് ശേഷം ഉപയോഗിക്കില്ല. നമ്മൾ പറയുക ഐ വിൽ പ്രോബബിളി നോട്ട് ബി കമ്മിങ് എന്നാണ്, ഐ വിൽ നോട്ട് പ്രോബബിളി ബി കമ്മിങ് എന്നല്ല. പക്ഷെ മറ്റ് അഡ്വേർബ്സ് ആകുമ്പോൾ നമ്മൾ ആ നോട്ടിന് ശേഷമാണ് അഡ്വർബ് വരുന്നത്. ഐ ഡു നോട്ട് യൂഷ്വലി അങ്ങനെയാണ് പറയുന്നത്. ഐ ഡു യൂഷ്വലി നോട്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ വെർബിന്റെ കൂടെ ഒരു നോട്ട് കൂടി ഉണ്ടെങ്കിൽ അഡ്വർബ് വരുന്നത് ആ നോട്ടിന് ശേഷമാണ്. തീവണ്ടികളൊന്നും സമയത്ത് വരാറില്ല. ദ ട്രെയിൻസ് അല്ലെങ്കിൽ ട്രെയിൻസ് നെവർ അറൈവ് ഓൺ ടൈം. തീവണ്ടികൾ സമയത്ത് വരാറില്ല. അല്ലെങ്കിൽ ട്രെയിൻസ് ആർ നെവർ ഓൺ ടൈം എന്ന് പറയാം. ട്രെയിൻസ് നെവർ അറൈവ് ഓൺ ടൈം എന്ന് പറഞ്ഞാലും ട്രെയിൻസ് ആർ നെവർ ഓൺ ടൈം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. നെവർ അറൈവ് എന്നാണ് പറയുന്നതെങ്കിൽ നെവർ ഉപയോഗിച്ചത് അറൈവ് എന്ന വെർബിന് മുന്നിലാണ്. ആർ എന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നെവർ ഉപയോഗിക്കുന്നത് ആ ആറിന് ശേഷമാണ്. ട്രെയിൻസ് ആർ നെവർ ഓൺ ടൈം. നിങ്ങൾ എപ്പോഴും കാത്തു നിൽക്കേണ്ടി വരും. യു ഓൾവേസ് ഹാവ് ടു വെയിറ്റ്. ഹാവ് ടുവിന് മുന്നിലാണ് ഓൾവേസ് യൂസ് ചെയ്തിട്ടുള്ളത്, ഹാവിനും ടൂവിനും ഇടയിലല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഭക്ഷണം കഴിച്ചു. പെട്ടെന്ന് ക്വിക്ക്ലി കഴിച്ചു, എയ്റ്റ്. ഹി ക്വിക്ക്ലി എയ്റ്റ് ഹിസ് മീൽ. ഭക്ഷണം മീൽ. അല്ലെങ്കിൽ ഹി എയ്റ്റ് ഹിസ് മീൽ ക്വിക്ക്ലി. ക്വിക്ക്ലി നമുക്ക് വെർബിന് മുന്നിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം ഉപയോഗിക്കാം. ചിലപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ചിലപ്പോൾ സംടൈംസ് ഇവിടെ നല്ല തണുപ്പാണ്. ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഗെറ്റ്സ് വെരി കോൾഡ് ഹിയർ എന്ന് പറയാം. ചിലപ്പോൾ ഇവിടെ നല്ല തണുപ്പ് വരാറുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇറ്റ് ഗെറ്റ്സ് വെരി കോൾഡ് എന്ന് പറയുന്നത്. ഹിയർ സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കാണ്, അത് അവസാനമാണ് എപ്പോഴും വരുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് വെരി കോൾഡ് ഹിയർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് സംടൈംസ് ഗെറ്റ്സ് വെരി കോൾഡ് ഹിയർ. സംടൈംസിനെ നമുക്ക് സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർബിന് മുന്നിൽ ഉപയോഗിക്കാം. മറ്റു പല അഡ്വേർബ്സും എങ്ങനെയാണെന്ന് വെച്ചാൽ വെർബിന് മുന്നിൽ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം അവസാനം യൂസ് ചെയ്യും. സംടൈംസ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ആദ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെർബിന് മുന്നിൽ യൂസ് ചെയ്യാം. സംടൈംസ് ഇറ്റ് ഗെറ്റ്സ് വെരി കോൾഡ് ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് സംടൈംസ് ഗെറ്റ്സ് വെരി കോൾഡ് ഹിയർ. അയാൾക്ക് തീർച്ചയായും അവളേക്കാൾ പ്രായം കൂടുതലുണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ഹി, അയാൾ അവളേക്കാൾ ഓൾഡർ ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഹി ഈസ് ഓൾഡർ ദാൻ ഹെർ. അതാണ് അയാൾക്ക് അവളേക്കാൾ പ്രായം കൂടുതലുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ്. തീർച്ചയായും, ഡെഫിനറ്റ്ലി. ഹി ഈസ് ഡെഫിനറ്റ്ലി ഓൾഡർ ദാൻ ഹെർ. ഇവിടെ ഡെഫിനറ്റ്ലി ഈസ് എന്ന പ്രൈമറി ഓക്സിലറിക്ക് ശേഷമാണ് വന്നത്. അഡ്വേർബ്സിനെ നമ്മൾ പ്രൈമറി ഓക്സിലറീസിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമായിട്ടാണ് യൂസ് ചെയ്യുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഈസ്, ആം, ആർ അതിനെല്ലാം ശേഷമാണ് അഡ്വർബ് വരിക. ഇത്തരം ഓക്സിലറീസിന് മുന്നിൽ അഡ്വർബ് വരില്ല. ഹി ഡെഫിനറ്റ്ലി ഈസ് ഓൾഡർ ദാൻ ഹെർ എന്നല്ല പറയുന്നത്, ഹി ഈസ് ഡെഫിനറ്റ്ലി ഓൾഡർ ദാൻ ഹെർ അങ്ങനെയാണ് പറയുന്നത്. ഇന്ന് തീർച്ചയായും എനിക്ക് അസുഖം കുറവുണ്ട്. തീർച്ചയായും എന്നതിന് നമുക്ക് ഡെഫിനറ്റ്ലി എന്നും സെർട്ടൈൻലി എന്നും ഒക്കെ പറയാം. എനിക്ക് അസുഖം കുറവുണ്ട്, എനിക്ക് ഇന്ന് സുഖം തോന്നുന്നുണ്ട് എന്നർത്ഥം. ഐ സെർട്ടൻലി ഫീൽ ബെറ്റർ ടുഡേ. എനിക്ക് തീർച്ചയായും ഇന്ന്
സുഖം തോന്നുന്നുണ്ട്. ഐ സർട്ടൻലി ഫീൽ ബെറ്റർ ടുഡേ. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ ആം സർട്ടൻലി ഫീലിംഗ് ബെറ്റർ ടുഡേ, അങ്ങനെയും പറയാം. അങ്ങനെ ഐ ആം ഫീലിംഗ് എന്ന വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സർട്ടൻലി എന്ന വെർബ് ആമിന് ശേഷമാണ് വരിക. ഫീൽ എന്ന ഒറ്റ വെർബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സർട്ടൻലി ഫീലിന് മുന്നിലാണ് വരുന്നത്.